നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. NM വിജയന്റെ ആത്മഹത്യയിൽ ഒന്നാം പ്രതിയായ IC ബാലകൃഷ്ണൻ MLA ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിനാസ്പദമായ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇതോടെ കേസിൽ പ്രതികളായി അറസ്റ്റ് ചെയ്യപ്പെട്ടത് പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ ആണെന്ന് വ്യക്തമാണ്. MLAയും മുൻ DCC പ്രസിഡന്റുമാണ് IC ബാലകൃഷ്ണൻ. നിലവിൽ DCC അധ്യക്ഷനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട് വിട്ടയച്ച ജാമ്യത്തിൽ വിട്ട ND അപ്പച്ചൻ. പുറത്താക്കിയെന്ന് കോൺഗ്രസും അല്ല, താൻ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയാണെന്ന് സ്വയവും പറയുന്ന ആളാണ് KK ഗോപിനാഥ് എന്ന മൂന്നാമൻ. DCC ട്രഷറർ മകനെ കൊലപ്പെടുത്തി വിഷം കഴിച്ച് മരിച്ചതിൻ്റെ ഉത്തരവാദികളായവരെ കോൺഗ്രസ് ഇപ്പോഴും സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനിടയിൽ KPCC അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലെ പ്രാഥമിക കോപ്പി ഇന്ന് സമർപ്പിക്കപ്പെട്ടതായി വിവരം ലഭിച്ചിട്ടുണ്ട്. KPCC സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പറയാൻ പക്ഷേ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ തിരുവഞ്ചൂർ തയ്യാറായില്ല. കാരണം എന്താണ്? പുറത്തു പറയാൻ കൊള്ളാത്ത എന്ത് കാര്യമാണ് ആ റിപ്പോർട്ടിലുള്ളത്? NM വിജയന്റെ കുടുംബത്തോടൊപ്പം നിൽക്കണമെന്നും കുടുംബത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണ്? NM വിജയൻ കത്തുകളിലും ഡയറിയിലുമൊക്കെ സൂചിപ്പിച്ച കാര്യങ്ങൾ ശരിയാണ് എന്ന് KPCC കണ്ടെത്തി എന്ന് തന്നെയല്ലേ അതിൻ്റെ പരമാർത്ഥം? IC ബാലകൃഷ്ണനും അപ്പച്ചനും വിജയന്റെ മരണത്തിന് ഉത്തരവാദികളാണെന്ന് സമിതിയും മനസ്സിലാക്കുന്നുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം? കോൺഗ്രസ് നേതൃത്വത്തിലുള്ള വയനാട്ടിലെ സഹകരണ ബാങ്കുകളിലെ നിയമനങ്ങളിലെ അഴിമതി ശരിവെക്കുകയല്ലേ ഒരർത്ഥത്തിൽ KPCC? അത് തുറന്നു പറയാൻ തിരുവഞ്ചൂരിന് മടി എന്തിനാണ്? വയനാട്ടിൽ കോൺഗ്രസ് അധ്യക്ഷനും മുൻ അധ്യക്ഷനും വിജയന്റെ മരണത്തിൽ അറസ്റ്റിലായിരിക്കുന്നു. നേതാക്കളുടെ തമ്മിലടിക്കിടയിൽ ബാലകൃഷ്ണന്റെ അറസ്റ്റും തിരുവഞ്ചൂരിന്റെ റിപ്പോർട്ടും കോൺഗ്രസിന് തലവേദനയാണോ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് മുൻ MLA കൂടിയായ CK ശശീന്ദ്രൻ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ M ജയചന്ദ്രൻ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ CK ശശീന്ദ്രൻ, KPCCയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വിവരങ്ങൾ ഉണ്ട് എന്നുള്ളത് താങ്കളും മനസ്സിലാക്കിയിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രത്യേകതയായി കാണാവുന്നത് ഒരു നേതാക്കളുടെയും പേരുകൾ ആ റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഒന്നാം പ്രതി, രണ്ടാം പ്രതി, മൂന്നാം പ്രതി ആരൊക്കെയാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളാണ്. മുൻകൂർ ജാമ്യം എന്നുള്ളത് കൊണ്ട് മാത്രം അവർ പുറത്തു നിൽക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ KPCCയുടെ റിപ്പോർട്ടിൽ ഒരു പേരുമില്ല. എങ്ങനെ കാണുന്നു ഈ റിപ്പോർട്ടിനെ? വിജയേട്ടൻ്റെയും മകൻ്റെയും മരണത്തിന് ഉത്തരവാദികളായി അവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് അല്ലെങ്കിൽ എഴുതി വെച്ച കത്തുകളിൽ നിന്ന് മനസ്സിലാക്കിയ വിവരം അനുസരിച്ച് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയുടെ മുൻകൂർ ജാമ്യമുള്ളതുകൊണ്ട് വിട്ടയച്ചിരിക്കുകയാണ്. ഒന്നാം പ്രതി എന്ന് പറയുന്നത് ബത്തേരി MLAയും ദീർഘകാലം DCC പ്രസിഡന്റുമായിരുന്ന ശ്രീ IC ബാലകൃഷ്ണനാണ്. അദ്ദേഹത്തെയാണ് ഇന്ന് കാലത്ത് അറസ്റ്റ് ചെയ്ത് കോടതിയുടെ നിർദ്ദേശപ്രകാരം ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. DCC പ്രസിഡന്റിനെയും മറ്റൊരു കോൺഗ്രസ് നേതാവായ KK ഗോപിനാഥിനെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയുണ്ടായി. ഇതിനിടയിൽ തന്നെ കോൺഗ്രസിൻ്റെ KPCCയുടെ അന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നു എന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിലും പുറത്തു വന്നു എന്ന് പറയുന്ന റിപ്പോർട്ടുകളും ആളുകൾക്കിടയിൽ ചർച്ചയ്ക്കിടയാക്കിയിട്ടുണ്ട്. നേരത്തെ 2021 KPCC ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയിരുന്നു. അന്ന് അവർ ചെയ്തിരുന്നത് IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി IC ബാലകൃഷ്ണൻ കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച് ആളുകളെ നിയമിക്കാൻ കഴിയില്ല, അതിന് പ്രയാസമുണ്ട്, ഇവരെല്ലാം റാങ്ക് ലിസ്റ്റിൽ വളരെ പുറകിലാണെന്ന് പറഞ്ഞതിന് അന്നത്തെ അർബൻ ബാങ്കിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഡോക്ടർ സണ്ണി ജോർജിനെ പുറത്താക്കുകയാണ് അവർ ചെയ്തിരുന്നത്. അവരെ പേരിൽ നടപടിയെടുക്കുകയാണ് ചെയ്തിരുന്നത്.
ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ടിനകത്ത് പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ വിജയേട്ടൻ്റെ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ട്, ആ കുടുംബത്തെ സഹായിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ കുടുംബത്തെ ദ്രോഹിച്ചതാരാണ്, കുടുംബത്തെ ഈ സ്ഥിതി വിഷയത്തിലേക്ക് എത്തിച്ചതാരാണ് എന്ന് പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. പറയാതെ പറയുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാക്കുറിപ്പിലെ വാചകങ്ങളൊന്നും നിഷേധിച്ചിട്ടായിട്ട് കാണുന്നില്ല. ഔദ്യോഗികമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല, റിപ്പോർട്ട് പുറത്തു വരാത്തത് കൊണ്ട്. പക്ഷേ പൊതുവർത്തമാനം അങ്ങനെയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതിലപ്പുറത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവർ വിജയേട്ടൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്ന രീതിയിലല്ല, ഞങ്ങൾ ഈ കുടുംബത്തോടൊപ്പം ആണെന്നൊക്കെ പരസ്യമായി പറയാറുണ്ടെങ്കിലും കുടുംബത്തെ കഴിയാവുന്നത്ര കിട്ടുന്ന വേദികളിലെല്ലാം അവർ അപമാനിക്കുകയും പുച്ഛിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. IC ബാലകൃഷ്ണൻ്റെ ജാമ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പറഞ്ഞ വാദഗതികളെല്ലാം IC ബാലകൃഷ്ണന് വേണ്ടിയും ND അപ്പച്ചന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ പറഞ്ഞ കാര്യങ്ങളെല്ലാം NM വിജയൻ്റെ കുടുംബം അഴിമതിക്കാരുടെ കുടുംബമാണ്, അവിടെ കുടുംബ വഴക്കുണ്ടായിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഫലമായിട്ടുള്ള സംഭവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു കെട്ടുകഥ ഉണ്ടാക്കി പറയുന്ന രീതിയിലാണ് അവർ കാര്യങ്ങൾ എടുത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ വിജയേട്ടൻ്റെ കുടുംബത്തെ തള്ളിപ്പറയുന്ന ഒരു പറയുന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് പൊതുവെ സ്വീകരിക്കുന്നത്. പക്ഷേ പരസ്യമായി അത് പറയാൻ അടുത്ത കാലത്ത് അവർക്ക് കുറച്ച് പ്രയാസമുണ്ട്. കാരണം തെളിവുകളും പുതിയ പുതിയ വെളിപ്പെടുത്തലുകളുമെല്ലാം അവർക്കെതിരായിട്ട് വരികയാണ് എല്ലാ കാര്യങ്ങളും. ഈ IC ബാലകൃഷ്ണൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 ദിവസത്തിനിടയിലാണ് IC ബാലകൃഷ്ണൻ്റെ ഓഫീസ് മാത്രമല്ല, MLA ഓഫീസ് മാത്രമല്ല, MP-യുടെ ഓഫീസും, നേരത്തെ രാഹുൽ ഗാന്ധിയുടേത്, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടേത്, 2 ഓഫീസുകളിലെ ജീവനക്കാർക്കും ഇതിൽ പങ്കുണ്ട് എന്ന രീതിയിൽ. രതീഷ് എന്ന് പറയുന്നത് ജീവനക്കാരനാണ്, പിന്നെ അതുപോലെ തന്നെ മുജീബ് എന്ന് പറയുന്നത് ഓഫീസുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന NGO അസോസിയേഷൻ നേതാവ് കൂടിയാണ്. ഇവർക്കൊക്കെ ഇതിൽ ബന്ധമുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുകയാണ്. ആരെ കൂടിയാണ് കോൺഗ്രസ് എന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയില്ലേ? ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റാണെന്ന് പറയാനുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറി തെറ്റുകാരെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് ആകെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. വയനാട്ടിലെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്. അവർക്ക് യോഗം ചേരാൻ കഴിയുന്നില്ല, കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി കഴിയുന്നില്ല, ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി കഴിയുന്നില്ല. എന്നിട്ടും അവരെ താങ്ങി നിർത്തുന്ന ഒരു സമീപനമാണ് KPCC നിർത്തുമ്പോഴത്തേക്ക്. ഇവിടെ KPCCക്ക് മാത്രമല്ല, ഓൾ ഇന്ത്യ AICCക്ക് ഉത്തരവാദിത്തമുണ്ട്. AICCയുടെ അഖിലേന്ത്യാ നേതാവ് കൂടിയാണ്, സെക്രട്ടറിയാണ് പ്രിയങ്ക ഗാന്ധി. നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവരിവിടുത്തെ MP കൂടിയാണ്. ആ അർത്ഥത്തിൽ അവർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല. ഒരു ശരിയായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ AICC നേതൃത്വത്തിന് ഇടപെടേണ്ടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വയനാട് എന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. അവിടെ തെറ്റായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളെ അപ്പാടെ സംരക്ഷിക്കാനും ഒരു തെറ്റിൻ്റെ ഭാഗമായി തൻ്റെ ജീവിതം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്ന, മകനെ കൊന്ന് ജീവിതം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്ന, അവസാന നിമിഷം വരെ കോൺഗ്രസ്സുകാരനായി ജീവിച്ചിരുന്ന, കോൺഗ്രസ്സിന് വേണ്ടി വാദിച്ചിരുന്ന വിജയേട്ടനെ എല്ലാവരും മറക്കുകയാണ്. NM വിജയൻ എല്ലാവരും മറക്കുകയാണ്, KPCC നേതൃത്വം മറക്കുകയാണ്, അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ മറക്കുകയാണ്. ഇതാണ് വിഷയം. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒരു അതൊക്കെ അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ നീതി കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അവർ വേട്ടക്കാരോടൊപ്പമാണ്, എരയോടൊപ്പമല്ല എന്ന് പരസ്യമായി വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കും. ശരി, ശ്രീ CK ശശീന്ദ്രൻ, ഞാൻ തിരിച്ചു വരാം. ശ്രീ M ജയചന്ദ്രൻ, ഇപ്പോൾ N ശ്രീകുമാർ അല്പസമയത്തിനകം നമ്മളോടൊപ്പം തത്സമയം ചേരും. ഈ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ശ്രീ CK ശശീന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ആരുടെ കൂടെയാണ് കോൺഗ്രസ് എന്ന് ഇവിടെ ഇപ്പോൾ വ്യക്തമാവുകയല്ലേ? നേതാക്കളെ തള്ളിക്കൊണ്ട്, നേതാക്കൾ പ്രതികളാണ്, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. NM വിജയൻ എന്ന കോൺഗ്രസിൻ്റെ ഈ 50 കൊല്ലമായി ജീവിതം പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു വച്ച ആ നേതാവ് ഡയറിയിലും കത്തുകളിലുമൊക്കെ രേഖപ്പെടുത്തിയ ആളുകളാണ് പ്രതി. അവർ മൂലം സ്വന്തം ജീവൻ മാത്രമല്ല മകനെ കൂടി കൊല്ലേണ്ടി വന്ന ഒരവസ്ഥയുണ്ട് ആ മനുഷ്യന്. സാധാരണ കോൺഗ്രസ്സുകാരുടെ കൂടെയാണോ ഈ കോൺഗ്രസ് പാർട്ടി എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യതയുള്ളപ്പോൾ KPCCയിൽ നിന്ന് വന്ന റിപ്പോർട്ടിൽ പോലും ഇപ്പോൾ കാണുന്ന കാഴ്ച എങ്ങനെയാണ് വിശദീകരിക്കുക? ഡോക്ടർ ലാൽ, KPCC നിയോഗിച്ച സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതായി, അല്ലെങ്കിൽ അത് സമർപ്പിച്ചതായി പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ പുറത്ത് വരുന്നുമുണ്ട് അതിലെ റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്നുള്ള നിലയിൽ. ഏതായാലും പുറത്തു വരുന്ന വാർത്തകൾ വെച്ച് മാത്രം പറയുമ്പോൾ അതൊരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് എന്ന് നിസ്സംശയം പറയാം. അതിൻ്റെ അകത്ത് ആരെങ്കിലും പേരെടുത്ത് പറയാതെ. എന്നാൽ ഇവരുടെ NM വിജയൻ്റെ കുടുംബത്തിൻ്റെ ബാധ്യതകൾ, അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ബാധ്യതകൾ
വീട്ടാൻ പാർട്ടിക്ക് ബാധ്യതയുണ്ട് എന്നുള്ള അല്ലെങ്കിൽ പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള നിലയിലാണ് തിരുവഞ്ചൂർ സമിതി പറയുന്നതെന്നാണ് കേൾക്കുന്നത്. ഏതായാലും അതോടൊപ്പം അല്ലെങ്കിൽ അതവിടെ നിൽക്കട്ടെ, മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട സവിശേഷമായൊരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ചർച്ചയിൽ പറയാനുള്ളത്, കേരളയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ ഡോക്ടർ ലാൽ, മലയാള മനോരമ പത്രത്തിൻ്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ എന്താണ്? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ, പൊതുവിൽ കേരളത്തിലെ UDFൻ്റെ തിങ്ക് ടാങ്കാണ് മലയാള മനോരമ പത്രം എന്ന് നിസ്സംശയം പറയാം. ആ തിങ്ക് ടാങ്കിൻ്റെ ഇന്നത്തെ ലീഡർ, അതായത് മുഖപ്രസംഗം, എഡിറ്റോറിയൽ ഒന്ന് നോക്കണം ഈ കോൺഗ്രസ്സുകാരെങ്കിലും. അതിൽ അവർ പറയുന്ന മനോരമയുടെ ആ മുഖപ്രസംഗത്തിൻ്റെ തലവാചകം തന്നെ, തലക്കെട്ട് തന്നെ, ജീവനെടുക്കുന്ന സഹകരണ നിയമന കോഴിയിൽ കോൺഗ്രസ് പ്രതിക്കൂട്ടിൽ. ഞാൻ അടിവരയിടുന്നു, കോൺഗ്രസ് പ്രതിക്കൂട്ടിൽ എന്ന് മലയാള മനോരമയാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ തിങ്ക് ടാങ്കാണ്, വേണമെങ്കിൽ UDFൻ്റെ എന്നും പറയാം. അപ്പോൾ ആ പത്രത്തിന് സ്ട്രെയിറ്റായിട്ട് പറയേണ്ടി വരികയാണ്. ഇതുവരെ പറയാത്തൊരു കാര്യമാണ്. കൈരളി തുടക്കം മുതൽ ഈ കാര്യത്തിൽ അങ്ങേയറ്റം ഈ MN വിജയൻ ഉയർത്തിയ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന് നേരിട്ട് പാർട്ടി ലീഡർ എന്നുള്ള നിലയിൽ പാർട്ടി സഹപ്രവർത്തകരിൽ നിന്ന് അനുഭവിക്കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടിരുന്നതിൽ വളരെ ഗണ്യമായ പങ്ക് വഹിച്ച മാധ്യമമാണ് കൈരളി ചാനൽ. അത് നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല. പിന്നീട് പലർക്കും അതിലേക്ക് ആ ക്യാമ്പയിൻ എന്നുള്ള നിലയ്ക്ക് തന്നെ ഏറ്റെടുക്കേണ്ടി വന്നത് കൈരളിയുടെ ആ നിശിതമായ നിരന്തരമായ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കൂടെയാണ് ഇന്ന് മലയാള മനോരമ എഴുതിയിരിക്കുന്ന മുഖപ്രസംഗം ശ്രദ്ധേയമായ പരിഗണനയ്ക്ക് വിധേയമാക്കേണ്ടി വരുന്നത് നമ്മൾക്ക്. അവർ പറയുകയാണ്, പ്രവർത്തനത്തിലെ ജനാധിപത്യ സ്വഭാവമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതയെങ്കിലും രാഷ്ട്രീയക്കാരുടെ സമഗ്രാധിപത്യം ചിലയിടത്തെങ്കിലും വെട്ടിപ്പിനും അഴിമതിക്കും വാതിൽ തുറന്നു കൊടുക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാകുകയാണ് വയനാട്ടിലെ സഹകരണ നിയമന കോഴ. സ്ട്രെയിറ്റായിട്ടാണ് സഹകരണ നിയമന കോഴ എന്ന് പറയുന്നത് ദേശാഭിമാനിയല്ല, കൈരളിയല്ല, മലയാള മനോരമ പത്രമാണ്. പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ പറ്റിയാണ്, വയനാട്ടിലെ അവരുടെ നേതാക്കളെ പറ്റിയാണ്. അവർ അച്ചടിച്ച് വെച്ചിരിക്കുകയാണ് ഇന്നത്തെ മുഖപ്രസംഗത്തിൽ. ചെറിയ കാര്യമാണോ അത്? ഏത് കോൺഗ്രസ്സുകാരനും തല കുനിക്കാതെ ഇക്കാര്യത്തിൽ എങ്ങനെ വർത്തമാനം പറയാൻ പറ്റും എന്ന് മനോരമയുടെ മുഖപ്രസംഗം വെച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ മുഖപ്രസംഗം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഒരൊറ്റ വാചകത്തിലാണ്, വയനാട്ടിലെ അഴിമതി പരമ്പരയുടെ വ്യാപ്തി വെളിപ്പെട്ട സാഹചര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ കോൺഗ്രസ് പാർട്ടി സഹകരിക്കുകയും വേണം. വയനാട്ടിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ അഴിമതി വെളിപ്പെട്ടു. എങ്ങനെ? കോൺഗ്രസ് ആണ് അതിന് ഉത്തരവാദി എന്ന് തന്നെ വെളിപ്പെട്ടിരിക്കുകയാണെന്ന് മനോരമ ഈ മുഖപ്രസംഗത്തിലൂടെ പറയുന്നു. ഇതിനേക്കാൾ വലിയ ഒരു സ്ഥിരീകരണം വേറെ വേണ്ടതുണ്ടോ ഡോക്ടർ ലാൽ? കോൺഗ്രസിന്റെ വയനാട്ടിലെ അഴിമതിക്ക് വേറൊരു സ്ഥിരീകരണം ആവശ്യമുണ്ടോ? വേറൊരു തെളിവ് ആവശ്യമുണ്ടോ? പറയാം. തീർച്ചയായിട്ടും നിസ്സംശയം പറയാം. തിരുവഞ്ചൂർ സമിതിയുടെ ഇപ്പോൾ കൊടുത്തു എന്ന് പറയുന്ന റിപ്പോർട്ടിനേക്കാൾ എന്തുകൊണ്ടും 10 മടങ്ങ് വിശ്വാസയോഗ്യമാണ് മലയാള മനോരമയുടെ ഇന്നത്തെ ഇക്കാര്യത്തിലുള്ള ലീഡർ മുഖപ്രസംഗം എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്നത് തന്നെയാണ്. കാരണം അത്രയ്ക്കും ആ പാർട്ടി അഴിമതിയുടെ ചെളിക്കുണ്ടിലാണ് വയനാട്ടിൽ കടന്ന് ഉരുളുന്നത്, പുരണ്ടു കഴിഞ്ഞിരിക്കുന്നു അഴിമതിയുടെ കറം എമ്പാടും എന്ന് തന്നെ മനോരമ അടിവരയിട്ട് പറയുകയാണ് ആ മുഖപ്രസംഗത്തിലൂടെ. ഇനിയെങ്കിലും കോൺഗ്രസ്സുകാരായ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു ന്യായീകരണത്തിനും ഒരു സ്കോപ്പുമില്ല. ശരി, ഈ കൈരളിയുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദേശാഭിമാനി കൈരളിയോ അല്ല ഇത് പറയുന്നത്, ഇത് മലയാള മനോരമയാണ്. ആ സവിശേഷത കൂടി മുഖപ്രസംഗത്തിൽ നമ്മൾ നൽകേണ്ടതുമുണ്ട്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ M ജയചന്ദ്രൻ, ശ്രീ N ശ്രീകുമാർ, ഇത് നോക്കൂ, വയനാട്ടിലെ കോൺഗ്രസിൻ്റെ ട്രഷറർ ആയിട്ടുള്ള NM വിജയൻ്റെ മരണം, ആത്മഹത്യ, അദ്ദേഹത്തിൻ്റെ മകനെ വിഷം കൊടുത്ത് കൊല്ലേണ്ടി വന്ന അവസ്ഥ, ആ മനുഷ്യൻ്റെ ജീവിതം ഇനിയും ആ പാർട്ടിക്ക് വേണ്ടി നിൽക്കേണ്ടിടത്ത് അദ്ദേഹത്തിന് അത് ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന സാഹചര്യം, അതിൽ അദ്ദേഹം എഴുതി വച്ച പേരുകൾ, മറ്റു കാര്യങ്ങളൊക്കെ, KPCCക്ക് കൊടുത്ത കത്തുകൾ, ഇതൊക്കെ ഉണ്ട്. അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ, പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ്. ഇപ്പോൾ 3 കോൺഗ്രസ് നേതാക്കൾ അവിടെ പ്രതികളായി അറസ്റ്റ് ചെയ്യപ്പെട്ട് ജാമ്യത്തിൽ നിൽക്കുന്ന അവസ്ഥ അതാണുള്ളത്. അതിന്
തുടർന്ന് ഇപ്പോൾ KPCCയുടെ റിപ്പോർട്ടിൻ്റെ ആദ്യഘട്ടം പുറത്തു വന്നുവെന്ന് തിരുവഞ്ചൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ നോക്കുമ്പോൾ പോലും ആരുടെയും പേര് പറയാത്ത റിപ്പോർട്ടാണെങ്കിലും ആ റിപ്പോർട്ടിലെ വാചകങ്ങളിലെ സൂചനകൾ നൽകുന്നത് ആരാണ് ഈ കൃത്യം ചെയ്തത്, ആരാണ് ഉത്തരവാദികൾ, NM വിജയൻ പറഞ്ഞത് ശരിയാണ് എന്നുള്ളത് തന്നെയാണ്. അതിനു പുറമെയാണ് ഇപ്പോൾ മനോരമയുടെ റിപ്പോർട്ടും ഇപ്പോൾ ശ്രീ M ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയത്, എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടിയത്. ഇതൊക്കെ വരുമ്പോൾ സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന പാർട്ടി നേതാക്കളെ ഒന്ന് പ്രാഥമികമായിട്ടെങ്കിലും ഒരു നടപടിക്ക് വിധേയമാക്കണ്ടേ? പാർട്ടി അന്വേഷണ വിധേയമായിട്ടെങ്കിലും ഒന്ന് സസ്പെൻഡ് ചെയ്യുകയോ പുറത്താക്കുകയോ ചെയ്യണ്ടേ? മറ്റ് റിപ്പോർട്ടുകൾ അന്തിമമായി വരുമ്പോൾ തിരിച്ചെടുത്തോളൂ. പക്ഷേ ഇത് ആരുടെ കൂടെയാണ് ഈ കോൺഗ്രസ് പാർട്ടി എന്ന് കാണിക്കണ്ടേ ശ്രീ N ശ്രീകുമാർ? ഈ കോൺഗ്രസ് നേതാക്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ മുഖവിലക്കെടുക്കാനുള്ളതാണെങ്കിൽ. നോക്കൂ ലാലെ, രണ്ടുപേര് പറഞ്ഞത് ഞാൻ കേട്ടു. രണ്ടുപേർക്കും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കയറി പറഞ്ഞാൽ എൻ്റെ ഒഴുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് കേൾക്കുക. ശ്രീ CK ശശീന്ദ്രൻ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. കോൺഗ്രസിൻ്റെ അവിടുത്തെ അഴിമതിയെക്കുറിച്ചും വയനാട് MP മിണ്ടിയില്ല എന്നതിനെക്കുറിച്ചും അദ്ദേഹത്തിന് ആ വിജയൻ്റെ കുടുംബത്തോടുള്ള സ്നേഹാദരവൊക്കെ ഞാൻ കണ്ടു. അതൊക്കെ നല്ല കാര്യമാണ്. കാരണം അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ CPMലെ എല്ലാവർക്കും കഴിഞ്ഞില്ലെങ്കിലും ശ്രീ ശശീന്ദ്രനെ പോലുള്ളവർക്കൊക്കെ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജയൻ പറഞ്ഞ മുഖപ്രസംഗം, അത് കരുവന്നൂർ പ്രശ്നമുണ്ടായ സമയത്ത് മനോരമയുടെ മുഖപ്രസംഗം കൂടെ ജയനൊന്ന് എടുത്തിപ്പോൾ വായിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒപ്പം തന്നെ ആ കട്ടപ്പനയിലൊരു CPM അനുഭാവി ആത്മഹത്യ ചെയ്ത സമയത്ത് പത്രങ്ങൾ എഴുതിയ മുഖപ്രസംഗം കൂടെ ജയനെടുത്ത് വായിക്കണം. അത് നല്ല കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാഴ്ച കൊണ്ട് റിപ്പോർട്ട് കൊടുത്തു ശ്രീ ലാലെ. KPCCയുടെ സമിതി ഒരു സബ് കമ്മിറ്റിയാണത്, ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി എന്ന് വെച്ചാൽ എന്താണ് അവിടെ സംഭവിച്ചത്, സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കും രണ്ടുപേരും മരിച്ചത് നിസ്സാരമാണോ, KPCC അറിഞ്ഞില്ലെന്ന് ചോദിക്കും. ആ സാങ്കേതികത്വം അല്ല ഞാൻ പറയുന്നത്. അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അവിടുത്തെ പ്രാദേശിക നേതൃത്വം യഥാസമയം KPCCക്ക് വേണ്ട പോലെ അറിയിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അത് KPCC പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്നൊരു വസ്തു അന്വേഷണ കമ്മിറ്റിയോട് ചെന്നു. അവർ വസ്തുതകൾ അന്വേഷിച്ചു. എങ്ങനെ അന്വേഷിച്ചു? ലഭ്യമായ രേഖകൾ അവരുടെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല, KPCCയുടെ പല നേതാക്കളും കണ്ടിട്ടില്ല. പക്ഷേ ലാല് പറയുന്നതിൽ പേരുകളൊന്നും ഇല്ലെന്ന്. ലാലിന് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്തായാലും റിപ്പോർട്ട് ഒരാഴ്ച കൊണ്ട്, ഇപ്പോൾ 17-ാം തീയതിയാണ് അവരവിടെ ചെന്നത്, ഇന്ന് 25 ആയിട്ടുള്ളൂ. അവർ ആ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് KPCCയുടെ തീരുമാനം വരുന്നവരെ കാത്തിരിക്കുക. എന്താ ഞാൻ പറയാൻ കാരണം എന്നറിയാമോ? ഈ കമ്മിറ്റി തന്നെയാണ് തിരുവഞ്ചൂരിൻ്റെ നേതൃത്വത്തിലുള്ള, ഈ കമ്മിറ്റി വെച്ചാൽ തിരുവഞ്ചൂരിൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു കമ്മിറ്റിയാണ് കണ്ണൂരിലെ ഒരു ബാങ്കിൽ ഇതുപോലെ നിയമന പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ തെരുവ് വഴക്ക് അവിടെ പോയിട്ട് പരിഹരിച്ചതും ആ റിപ്പോർട്ട് വന്നതും. ആ പ്രശ്നം ഇപ്പോൾ ഇല്ലല്ലോ, അത് വന്നിക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം, ശ്രീ ശശീന്ദ്രൻ, താങ്കൾ മറന്നുപോയൊരു കാര്യം, രാഷ്ട്രീയമായ ഒരു മറന്നുപോയൊരു കാര്യം. കട്ടപ്പനയിലെ ഒരു സംഭവം ഉണ്ടായിട്ടൊരു നേതാവ്, ഒരു നിക്ഷേപകൻ ആത്മഹത്യ ചെയ്തിട്ട് ഒരു കമ്മിറ്റിയെ വെച്ചിരുന്നോ CPM? ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയോ CPM? അവിടെയുള്ള ആ പ്രവർത്തകനെ നിങ്ങളുടെ ഒരു നേതാവ്, മുൻ മന്ത്രി അവഹേളിക്കുകയല്ലേ ചെയ്തത്? ഞാൻ അതോടെ നിൽക്കട്ടെ. കരുവന്നൂര് ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ CPMൻ്റെ? സുധാകരൻ എന്താ പറഞ്ഞതെന്നറിയാമോ ശ്രീ ശശീന്ദ്രൻ? പാർട്ടിക്ക് യഥാസമയം പ്രവർത്തകരെയും നേതാക്കളെയും കരുവന്നൂർ വിഷയത്തിൽ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. സുധാകരൻ സഹകരണ മന്ത്രി. ആലോചിക്കണം. CK ശശീന്ദ്രനോട് ചോദിക്കാം. പക്ഷെ താങ്കൾ ഇപ്പോൾ വയനാടിനെ കുറിച്ചും NM വിജയനെ കുറിച്ചും പറഞ്ഞു വരികയാണല്ലോ. അതിനകത്ത് താങ്കൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ വരാം. താങ്കളിപ്പോൾ വല്ലാതെ അവകാശവാദവും ആവേശവും ഉന്നയിക്കുന്നത് KPCC വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണല്ലോ. ആ റിപ്പോർട്ട് എവിടെ സാർ? എനിക്ക് കിട്ടിയത് മാത്രമാണല്ലോ താങ്കളുടെ അത്ഭുതം. ആര് കണ്ടു ആ റിപ്പോർട്ട്? ആ റിപ്പോർട്ട് കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്? ഈ പ്രതികളായിട്ടുള്ള ആളുകളെ ചൂണ്ടിക്കാട്ടിയോ? അവരെ ഏതെങ്കിലും തരത്തിൽ നടപടി എടുത്തോ ഈ പാർട്ടി? അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയാം. താങ്കൾക്ക് സംശയമാണല്ലോ ആ വരികൾ. പക്ഷേ ആ റിപ്പോർട്ടിൽ ആരുടെയും പേരുകൾ പറയുന്നില്ല എന്നുള്ളത് പോകട്ടെ. വിജയൻ്റെ മരണത്തിന് ഏതെങ്കിലും നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിജയൻ സ്വയം ആ വിഷം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറിപ്പോയി അങ്ങ് സ്വയം മരിച്ചു എന്നുള്ളതല്ലേ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ കുപ്പി താഴെ പോയി ആ മകൻ്റെ ശരീരത്തിലും അത് പോയി, അങ്ങനെ മരിച്ചു എന്നല്ലേ എൻ്റെ അർത്ഥം? ഈ നേതാക്കൾക്ക് വിജയൻ എഴുതിയ ആ ഡയറി കുറിപ്പിൽ ഒരു വിശ്വാസവും ഇല്ല എന്നല്ലേ? ആ കോടതി IC ബാലകൃഷ്ണനെയൊക്കെ പുറത്തിറക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ
അക്ഷരം പ്രതി ഈ സമിതിയും അംഗീകരിക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? വിജയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണോ ഇത്ര കേമമായി താങ്കൾ ഈ കൊട്ടിഘോഷിക്കുന്നത്? നോക്കൂ ലാലേ, ആ റിപ്പോർട്ട് കൊടുത്തിട്ട് ആ റിപ്പോർട്ട് നിങ്ങൾ KPCCയുടെ ആദ്യം ഇതിൻ്റെ ഒരു നടപടിക്രമം അറിയാം. വലിയ കേഡർ പാർട്ടിയൊന്നുമല്ല, പക്ഷേ CPM-നെ പോലെയല്ല. ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് പുറത്തു വരും കോൺഗ്രസ്സിൽ. അത് CPM-ൽ ആ റിപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ വെച്ചാൽ ഇല്ലെന്നും പറയും. റിപ്പോർട്ടോടെ ഉണ്ട്. എടുത്ത ശേഷം അവരത് അല്ല ആയിക്കോട്ടെ, അത് നിങ്ങൾ തന്നെ കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ തന്നെ അത് കൊടുക്കണം എന്നാണ് ഞാൻ പറയാം. ആ റിപ്പോർട്ട് നിങ്ങൾ കൊടുക്കണം. ആ കൊടുക്കുമ്പം ഞങ്ങളുടെ കട്ടപ്പനയിലത്തെ റിപ്പോർട്ട് ഞങ്ങൾക്ക് ആയിട്ടില്ല എന്നുകൂടി ഒരു വരിയും കൂടെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ആ റിപ്പോർട്ട് KPCCയിൽ എത്തിയ ശേഷം ആ KPCCയിൽ സബ് കമ്മിറ്റി റിപ്പോർട്ടാണ്, ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ട് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ലഭ്യമായ രേഖകൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് താങ്കൾ മറന്നു. ഈ രേഖകളും എല്ലാം വെച്ചുകൊണ്ട് ആ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഒരു സബ് കമ്മിറ്റി പോയതിന് ശേഷം അവിടെ രണ്ടുപേര് പോയിരുന്നു. ഒന്ന് വിജയൻ എഴുതിയ ഡയറി കുറിപ്പും ഒന്നും ഇതിനകത്ത് വരില്ലേ, ഈ രേഖകളിൽ വരില്ലേ? അതിൽ പറഞ്ഞ പേരുകൾ എന്തുകൊണ്ട് ഈ റിപ്പോർട്ടിൽ വരുന്നില്ല? നടപടി ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല? ഞാൻ ആ സബ് കമ്മിറ്റിയിലെ അംഗമല്ലല്ലോ. ഞാൻ പറയുന്നത് KPCC കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത്. അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ആ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്നേ. ക്ഷമിക്കൂ, 2-3 ദിവസം ക്ഷമിക്കേ. ആ റിപ്പോർട്ടിലുള്ള നടപടിക്രമം വരും. അതല്ല ഞാൻ ആദ്യം നിങ്ങൾ ഈ ചോദ്യം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആ കണ്ണൂരിലത്തെ MK രാഘവൻ്റെ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ തന്നെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ ഇവിടുത്തെ കാര്യമാണെങ്കിലും വിജയന്റെ ബാങ്കിലെ കാര്യങ്ങളാണെങ്കിലും വയനാട്ടിലെ മറ്റ് സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പിന്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ എന്താണ് നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ വാങ്ങിയ പണത്തിന്റെ കാര്യത്തിലുള്ള തർക്കമാണ്, അതിലുള്ള പരാതികളാണ്. അതിനുവേണ്ടി സാധാരണക്കാരായ ആളുകൾ കൊടുത്ത പണം തിരിച്ചു കിട്ടാത്തതിൻ്റെയും ജോലി കിട്ടാത്തതിൻ്റെയും കാര്യങ്ങളാണ്. അതിനകത്ത് ആരുടെയും പേരില്ല, അല്ലെങ്കിൽ നടപടിയില്ല. പോലീസ് അന്വേഷിക്കുന്ന MLA അറസ്റ്റ് ചെയ്ത ഘട്ടം വരെ എത്തിയിരിക്കുകയാണ്. എന്നിട്ടും കോൺഗ്രസ്സിന് അത് കണ്ട ഭാവമില്ല. താങ്കൾ പറയുന്നു ആ റിപ്പോർട്ട് വരട്ടെ, അത് പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യട്ടെ. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടോ എന്ന് ചോദിച്ചാൽ മതിയോ? നടപടി വേണ്ടേ സാർ? ആരെങ്കിലും പ്രതികളാണെങ്കിൽ നടപടി വേണ്ടേ? ലാല, ഞാൻ ഇത്രയും നേരം പറഞ്ഞ താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിലും ഇവിടെയുള്ള CK ശശീന്ദ്രനും എൻ്റെ സുഹൃത്ത് ജയനും മനസ്സിലായിട്ടുണ്ട്. ഇത് കേൾക്കുന്ന കൈരളിയുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഇന്നലെയോ മിനിങ്ങാന്നോ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ന് അതിൻ്റെ നടപടി ഉണ്ടാകുന്നൊക്കെ ലാലിനെ പോലെ രാഷ്ട്രീയം അറിയുന്ന ഒരാൾ പറഞ്ഞാൽ കുറച്ച് കഷ്ടം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, അതിൽ ആരൊക്കെയാണ് എന്തൊക്കെ രേഖകളെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ലാലിന് മനസ്സിലായില്ലേ? ആ രേഖകളെന്ന് വെച്ചാൽ അതിൽ കുറേ പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അതിൽ വരും. നിങ്ങൾ ക്ഷമിക്കൂ, ആ റിപ്പോർട്ട് പുറത്ത് വരട്ടെ. നിങ്ങളെ റിപ്പോർട്ട് കാണാതെ ലാല് വെറുതെ എനിക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ റിപ്പോർട്ട് ആരുടെയും കിട്ടിയിട്ടില്ല. KPCC ചർച്ച ചെയ്തിട്ട് പാർട്ടി നടപടി എടുക്കുമെന്ന് പറയാൻ കാരണം ആ കണ്ണൂരിലത്തെ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ ഉണ്ട് എന്ന് പറയപ്പെടുന്ന വിജയന്റെ മരണത്തിൽ ഏതെങ്കിലും നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന റിപ്പോർട്ടിൽ പരാമർശമില്ല എന്നുള്ളതാണല്ലോ നമുക്കുള്ള സൂചന. ആ സൂചന തെറ്റാണെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? നടപടി ഉണ്ടാകുമെന്നാണോ? ഈ രേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ എന്തായാലും പേരുകൾ ഉണ്ടാകുമെന്നാണല്ലോ താങ്കൾ പറയുന്നത്. അപ്പോൾ അതുണ്ടാകും. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും നടപടി നേരിടേണ്ടി വരും എന്നാണോ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചത്? ND അപ്പച്ചൻ, ഗോപിനാഥൻ, IC ബാലകൃഷ്ണൻ 3 പേരെ ചോദ്യം ചെയ്തിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടത് പിണറായി ഗവൺമെൻറ്റിൻ്റെ പോലീസാണ്, കോൺഗ്രസിൻ്റെ പോലീസല്ലല്ലോ. അപ്പോൾ അതിലെ പോലീസ് എന്ത് നടപടി വരുന്നുള്ള ആദ്യം ലാലെന്ന് അന്വേഷിക്കുക. പോലീസിൻ്റെ നടപടി വരട്ടെ, ഒന്ന്. രണ്ടാമത്തെ കാര്യം, CK ശശീന്ദ്രൻ അവിടെ പാർട്ടിയുടെ സമുന്നത നേതാവാണല്ലോ വയനാട്ടിൽ. അദ്ദേഹം ഓർക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, അവിടെ ബ്രഹ്മഗിരി എന്ന് പറയുന്ന ഒരു സ്ഥലമില്ലേ സാർ, ഒരു സംഘമില്ലേ, ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്തോ ഉണ്ടല്ലോ.
അവിടുത്തെ നിക്ഷേപകരുടെ കാര്യം കൂടെ ഒന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അല്ല, അപ്പോൾ എനിക്ക് നമുക്ക് വേറെ പറയാനുള്ളത്. റിപ്പോർട്ട് പിന്നെ വെക്കാം. കരുവന്നൂര് KPCC അവിടെ വേറെ ഉണ്ടായ റിപ്പോർട്ട് ഉണ്ടാക്കൂ. അതിന്റെ അവിടെയുണ്ട് പുറത്ത് നിക്ഷേപ KPCC തട്ടിപ്പ്. ടീമിനെ വെച്ചിട്ട് അതിന്റെ പുറത്തൊരു റിപ്പോർട്ട് ഉണ്ടാക്കി നമുക്ക് അത് ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പോൾ വന്ന റിപ്പോർട്ടല്ലേ നമുക്ക് നോക്കേണ്ടത്. അതിൽ വേറെയുമുണ്ട് സാർ കാര്യങ്ങൾ. ഈ കുടുംബത്തിന്റെ പരാതി ന്യായമാണ് എന്നാണ് ഈ സമിതി പറയുന്നത്. KPCCയുടെ സമിതി പറയുന്നത് കുടുംബത്തിന്റെ പരാതി ന്യായമാണെന്നാണ്. ആരെ ബോധ്യപ്പെടുത്താനുള്ളത് ഒന്നാമത്തെ കാര്യം. അതായത് കുടുംബത്തിനോടൊപ്പം നിൽക്കുകയാണെന്ന് പറയണം. നേരത്തെ CK ശശീന്ദ്രൻ പറഞ്ഞ പോലെ ഇരയ്ക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാരനൊപ്പം ഓടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പോൾ അത് ആണോ ഈ കുടുംബത്തിൻ്റെ പരാതി ന്യായമാണെന്ന് പറഞ്ഞത്? കുടുംബത്തിൻ്റെ പരാതി എന്താണ്? വിജയേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ അതിന് നടപടി ഉണ്ടാകണം എന്നാണ്. ആ കാര്യങ്ങളല്ലേ കുടുംബത്തിൻ്റെ പരാതി. അപ്പോൾ അത് ന്യായമാണെന്ന് പറയുന്നവർക്ക്, അതിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുത്ത് കാണിക്കണ്ടേ? വീണ്ടും അതേ ചോദ്യം. ഡോക്ടർ ലാലേ, അതായത് ആ കുടുംബം അവരുടെ പ്രസ്താവന ഉണ്ടായിരുന്നു. ആദ്യം KPCCയുടെ സബ് കമ്മിറ്റി പോയി അവരെ കണ്ടു. അതിനുശേഷം അവർ പത്രലേഖകരുടെ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പിതൃവാത്സല്യത്തോടെ KPCC നേതാക്കൾ തങ്ങളോട് പെരുമാറി. രണ്ട്, രാഷ്ട്രീയ മുതലെടുപ്പിന് ഞങ്ങൾ നിന്നുകൊടുക്കില്ല. ഈ രണ്ട് കാര്യം വന്നതോടെയാണ് CPM ആകെ പെട്ടുപോയത്. വിഭ്രാന്തിയായപ്പോൾ എന്താണ് പിന്നെ IC ബാലകൃഷ്ണൻ നിരന്തരം ചർച്ചയായി. ആ ചർച്ച നടക്കുന്ന കാലത്തൊക്കെ ബ്രഹ്മഗിരിയിൽ അവിടെ നിക്ഷേപകരെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പോട്ടെ, ഞാൻ കരുവന്നൂരും ബ്രഹ്മഗിരിയും അതുപോലെ വിടുകയാണ്. ഇതൊരു സ്വകാര്യ കാര്യമാകുമോ? KPCCയും കുടുംബവും തമ്മിൽ ഒരു ധാരണയിൽ എത്തി എന്നുള്ളത് കൊണ്ട് NM വിജയന്റെ മരണം അതൊരു ക്രിമിനൽ കുറ്റമല്ലാതാകുമോ? അതിൽ ഉത്തരവാദികളായവർ രക്ഷപ്പെടുമോ? അതിൽ ഉത്തരവാദികളായവരെ പാർട്ടിക്ക് ഞങ്ങൾ കുടുംബവുമായി ഒരു സമവായത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒഴിവാക്കാനാകുമോ? അത് അടുത്ത കാര്യം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. കുടുംബത്തിന് സഹായവും സംരക്ഷണവും പാർട്ടി ഉറപ്പാക്കണം എന്നാണ് ഈ സമിതി ഇപ്പോൾ പറയുന്നത്. എന്ത് കാര്യത്തിനാണ് സാർ? അങ്ങനെ എത്രമാത്രം വലിയൊരു കാര്യമാണ് ഈ കുടുംബത്തിന് ഇപ്പോൾ പാർട്ടി ചെയ്തു കൊടുക്കേണ്ടത് എന്ന് തീരുമാനമെടുക്കാൻ ഈ സമിതിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? എന്ത് കാര്യത്തിലാണ്? NM വിജയൻ ചെയ്തത് തെറ്റാണെന്ന് കോടതിയിൽ പറഞ്ഞവരാണ്. ഇപ്പോൾ ഇവിടെ ആ തെറ്റ് ചെയ്ത ആളിൻ്റെ കുടുംബത്തിന് ആ പണത്തിൻ്റെ കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് കാണിച്ചിട്ടുള്ളതെങ്കിൽ ആ കുടുംബത്തെ എങ്ങനെയാണ് സഹായിക്കാൻ പോകുന്നത് KPCC? അപ്പോൾ എന്ത് മറക്കുകയാണ് അവിടെ? ആ കുടുംബത്തെ എങ്ങനെ സഹായിക്കണമെന്ന് KPCC തീരുമാനിച്ചല്ലോ. നിങ്ങളിത് ബുദ്ധിമുട്ടണ്ട, സങ്കടപ്പെടുകയും വേണ്ട. ഒരു കുടുംബത്തോടൊപ്പമാണ് KPCC എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് KPCC പറഞ്ഞത് KPCC പ്രസിഡന്റ് K സുധാകരനാണ് കേട്ടോ. അതാദ്യം മനസ്സിലാക്കുക. അല്ലാണ്ട് ചേർത്ത് പിടിക്കുന്ന പറഞ്ഞിട്ട് വേറെ ധൂർത്ത് നടത്തി നവകേരള സദസ് നടത്തുന്ന ഒരു നേതൃത്വത്തിൻ്റെ പരിപാടിയല്ലത്. ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞാൽ കുടുംബത്തോടൊപ്പം നിൽക്കും KPCC. അത് KPCC പ്രസിഡന്റ് അവിടെ പോയി ആ വീട്ടിൽ പോയി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വീട്ടിൽ പോയി പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ഇതുപോലെ CPM പ്രവർത്തനം ഫണ്ടിന്റെ പേരിൽ ഇപ്പോ മറ്റൊരു വിവാദം ഉണ്ടായിട്ടുണ്ട്. ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കണോ? അല്ല, എന്തിനോ ഞാൻ അങ്ങോട്ട് പറയാം. യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കാര്യം KPCCക്ക് പരാതി ഉണ്ടെങ്കിൽ അവരാ പരാതി ചർച്ച ചെയ്യും. എന്താ സംശയത്തിൽ? രാഷ്ട്രീയ പാർട്ടിയിലത്തെ എല്ലാവരും ശുദ്ധരാണെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ ഒരു പത്രപ്രവർത്തകനാണ്. പക്ഷേ എനിക്ക് പക്ഷമുള്ള പത്രപ്രവർത്തകനായതുകൊണ്ടാണ് ഞാൻ ഈ CPM നേതാക്കൾ മറന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എല്ലാം ഒരുപോലെയാണ്. എല്ലാ ജീവനും ഒരുപോലെ. എൻ്റെ ലാലെ, കരുവന്നൂരിലത്തെ ജീവനും കട്ടപ്പനയിലെ ജീവനും വയനാട്ടിലെ ജീവനും എല്ലാം ഒരുപോലെയാണെന്ന് വരുത്തി തീർക്കാൻ താങ്കൾ ഇപ്പോൾ ശ്രമിക്കുന്നു. എന്നാൽ CPMന്റെ കാര്യം വരുമ്പോൾ നമ്മളൊക്കെ എല്ലാം ഒരുപോലെയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞില്ല. PP ദിവ്യയുടെ കാര്യം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അത് എല്ലാവരും ഒരുപോലെയല്ലേ? എന്നാൽ പിന്നെ അവിടെ ഇരിക്കട്ടെ, IC ബാലകൃഷ്ണൻ ഇറങ്ങിപ്പോയതുപോലെ പൊയ്ക്കോട്ടെ എന്നുള്ളത് ആരും കണ്ടില്ല. മാധ്യമങ്ങളും വിചാരിച്ചില്ല. നിങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയും ഒന്നും അതങ്ങനെ വിചാരിച്ചതായി കണ്ടില്ല. അതുപോലെ അല്ലല്ലോ അപ്പോൾ ഇത് വേറെ രീതിയിലാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിൽ മാത്രം ഈ ആനുകൂല്യം എന്തെന്നാണ് ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയിട്ട് ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോകാം. ഇപ്പോൾ സഹകരണ മേഖലയിലെ മോശം പ്രവണതകൾ ഉണ്ട് എന്നുകൂടി, നിയമനത്തിൻ്റെ കാര്യത്തിലും ഒക്കെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഏത് സാഹചര്യത്തിലാണ് പറയുന്നത്? ആ അഴിമതി NM വിജയനുമായി ബന്ധപ്പെട്ട മരണത്തിലും ഉണ്ടെന്നല്ലേ ആ കണ്ടെത്തലിൻ്റെ അർത്ഥം? അതിലൊക്കെ പേരുകൾ വരണ്ടേ? അപ്പോൾ ആ അഴിമതി എവിടെ? ആരാണ് അതിൻ്റെ ഉത്തരവാദി? അതിൻ്റെ പേരിൽ 2 മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടേ? അത് പാർട്ടി നടപടിയെടുക്കേണ്ടതെന്നാണ്. നിയമപരമായ നടപടികൾ വേറെ ഭാഗത്ത്,
പാർട്ടി എന്താണ് ചെയ്ത് കാണിക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഒരുപോലെ എല്ലായിടത്തും നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിയുകയാണോ? സഹകരണ മേഖലയിൽ എന്ന് വെച്ചാൽ കേരളത്തിന്റെ സഹകരണ മേഖല, കരുവന്നൂർ, കട്ടപ്പന ഉൾപ്പെടെ സഹകരണ മേഖല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലല്ല, ഞാൻ ആ വാക്ക് വിട്ടുപോയതാണ്. വയനാട്ടിലെ സഹകരണ മേഖല, വയനാട്ടിലെ ഞാൻ ആ പറഞ്ഞതിൽ വന്ന വാക്ക് വിട്ടുപോയത് താങ്കളത് ഒരു ഇളവായി എടുക്കല്ലേ? അല്ല, ആ വാക്ക് വിട്ടുപോയതല്ല, അങ്ങനെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ആ വാക്ക് വിട്ടുപോകുന്നത്? നിങ്ങൾക്ക് കൈരളി ചാനൽ കേൾക്കുന്നവർക്ക് വേണ്ടി ലാലൊരു റിപ്പോർട്ട് പടച്ചുണ്ടാക്കല്ലേ? അല്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞാനും കണ്ടിട്ടില്ല, ലാലും കണ്ടിട്ടില്ല. അത് കണ്ടവർ ഈ 4 അംഗ സമിതി മാത്രമേ ഉള്ളൂ. KPCC ചർച്ച ചെയ്യുമ്പോഴാണ് മറ്റുള്ള നേതാക്കളും കാണുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. വെറുതെ ചുമ്മാ അതൊന്നും പറഞ്ഞിട്ട് സമയം കളയല്ലേ ലാല്. ഞാൻ പറയുന്നത് കേരളത്തിലെ സഹകരണ മേഖലയിൽ അത് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും അഴിമതി നടത്തിയാൽ അവർക്കെതിരെ നടപടി വേണം. കാരണം ജനങ്ങളുടെ പൈസയാണെന്നേ, ജനങ്ങളുടെ പൈസ. അത് നിയമന സമയത്ത് കൈക്കൂലി വാങ്ങിച്ചാലും നിക്ഷേപം എടുത്ത് ചെലവാക്കിയാലും രണ്ടും ഒരുപോലെ. ഇത് ഞാൻ പറയാൻ അതിന്റെ പേരിൽ രണ്ടുപേരും മരിച്ചതാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. പാർട്ടി നേതൃത്വം മതിയായ ജാഗ്രത കാട്ടിയില്ല. വളരെ ഇതിനകത്തേറ്റവും ഈ റിപ്പോർട്ടിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം ഈ പാനലിലുള്ള എല്ലാവരും കേൾക്കേണ്ടതും അതുതന്നെയാണ്. പാർട്ടി നേതൃത്വം മതിയായ ജാഗ്രത കാട്ടിയില്ലെന്നാണ് തിരുവഞ്ചൂർ സമിതി പറയുന്നത്. അപ്പോൾ ഈ പാർട്ടി നേതൃത്വത്തിൻ്റെ ജാഗ്രത കുറവ് എന്താണ്? കെ സുധാകരനും VD സതീശനുമൊക്കെ കത്ത് കിട്ടിയിട്ട് മിണ്ടിയില്ല, അതാണ് ഈ മരണത്തിൻ്റെ കാരണം എന്നല്ലേ അതിൻ്റെ അർത്ഥം? പാർട്ടി നേതൃത്വം മതിയായ ജാഗ്രത കാട്ടിയില്ല എന്ന് തിരുവഞ്ചൂർ പറയുന്നെങ്കിൽ അത് ആരുടെ നേർക്കാണ് സാർ വിരൽ ചൂണ്ടുന്നത്? ശ്രീ N. ശ്രീകുമാർ, താങ്കൾ വെറുതെ ഒരു റിപ്പോർട്ട് വായിക്കുന്ന പോലെ കണ്ണ് താഴേക്കാക്കിയിട്ട് പറഞ്ഞാൽ അത് റിപ്പോർട്ടാവില്ല. ഇത് KPCC പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ നിങ്ങളിപ്പോൾ പറഞ്ഞത്, അതായത് പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങൾക്ക് ചെറിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ KPCC പ്രസിഡന്റ് പറയുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ KPCC പ്രസിഡന്റ് മുമ്പ് പറഞ്ഞു എന്നല്ല, അവിടുത്തെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നും അറിഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് KPCC പ്രസിഡന്റും പരസ്യമായി പറഞ്ഞിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ. അത് നിങ്ങൾ റിപ്പോർട്ട് ഉണ്ടെന്നൊക്കെ പാർട്ടി നേതൃത്വം എന്ന് പറയുന്നത്, ഞാൻ വരാം. ശ്രീ CK ശശീന്ദ്രൻ വളരെ ലളിതമായി ശ്രീ N. ശ്രീകുമാർ ഓരോന്നും വിശദീകരിക്കുകയാണ്. ഏറ്റവും അവസാനം പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ പാർട്ടി നേതൃത്വത്തിൻ്റെ ജാഗ്രത കുറവെന്ന് KPCC കണ്ടെത്തിയതിൽ നിന്ന് തുടങ്ങിയാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എത്ര ലളിതമാണ് എന്ന് KPCC ശരിക്കും പറയുന്നുണ്ടോ? നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറമാണെന്ന് തന്നെയല്ലേ തിരുവഞ്ചൂരൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്? KPCC നേതൃത്വത്തിൻ്റെ രണ്ടാമത്തെ റിപ്പോർട്ടാണ്. ആദ്യത്തെ റിപ്പോർട്ട് നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അത് 2021 വന്നതാണ്. അന്നു മുതലേ ഈ വിഷയം സജീവമായി നിൽക്കുകയാണ്. ഈ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. നിയമപരമായിട്ട് കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടത്ര തെളിവുകളും വെളിപ്പെടുത്തലുകളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ചർച്ചാ വിഷയമായി അവശേഷിച്ചു പോയെന്നേ ഉള്ളൂ. അന്ന് KPCC നേതൃത്വം കാണിച്ചത് ഈ അഴിമതിക്കാരായ ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ആൾക്കാരെ സംരക്ഷിക്കുന്നൊരു നിലപാടാണ്. കരുവന്നൂരിലും കട്ടപ്പനയിലും ഒക്കെ ഉണ്ടായത് ശ്രീകുമാർ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല. അവിടെ വേറെ വിഷയം നമുക്ക് വേണമെങ്കിൽ എത്ര സമയം എടുത്ത് ചർച്ച ചെയ്യാം. ആ ചർച്ച ചെയ്യുന്നതിന് യാതൊരു പ്രയാസവും നമുക്കില്ല. കരുവന്നൂരിലെ അന്നത്തെ ജീവനക്കാർ, ഡയറക്ട് ബോർഡ് അംഗങ്ങളെല്ലാം നിയമത്തിന് മുമ്പിൽ വന്നു, ജയിലിൽ കടന്നു. ഇപ്പോൾ ആ ബാങ്ക് നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി കൊണ്ടാണ്, നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതല്ല വിഷയം. നമ്മുടെ വിഷയം ഒരു പ്രത്യേക വിഷയം ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും ഒരുപോലെയാണെന്ന് കാണിക്കാൻ ഉള്ള ഒരു വ്യഗ്രത കാണിച്ചതുകൊണ്ട് ആ ഉദാഹരണങ്ങളും ഈ ഉദാഹരണങ്ങളും പറഞ്ഞ് ഇതിനെ മാന്യവൽക്കരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളത് വലിയ കഷ്ടമെന്നല്ലാതെ വേറെന്താ പറയാൻ വേണ്ടി കഴിയുക? അല്ലാണ്ട് ഇവിടെ വളരെ കൃത്യമായിട്ട് നിയമന തട്ടിപ്പാണ്, കോഴ വാങ്ങലാണ്. പൈസ കൊടുത്തിട്ട് ആർക്കും ജോലിയും കൊടുത്തില്ല, പൈസയും ഇല്ല. ഈ രീതിയല്ല എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒന്നൊന്നായി വിളിച്ചെത്തു വന്നിരിക്കുന്നത്. പൈസ കൊടുത്തവർ മുഴുവൻ വിജയേട്ടൻ്റെ വീട്ടിൽ നിരനിരയായി വരുമ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല. നേതാക്കളെ സമീപിച്ചു, അവർ കണ്ട ഭാവം നടിച്ചില്ല. അവർ ഇവരെ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ ഇവരെ ഉപേക്ഷിക്കുന്നൊരു നിലപാട് സ്വീകരിച്ചു. അങ്ങനെയല്ലേ വിജയേട്ടൻ മരണത്തിലേക്ക് പോയിരിക്കുന്നത്? ഇത് എൻ്റെ മാത്രം നിലപാടല്ല, വയനാട്ടിലെ ജനങ്ങളും ഞങ്ങളുടെ പാർട്ടിക്കാരും എല്ലാവരുള്ള നിലപാടാണ്.
അല്ലാണ്ട് ഒരു വ്യക്തിയുടെ നിലപാടല്ല. ഞങ്ങളുടെ പാർട്ടിക്കൊക്കെ ഒരേ നയം, ഒരേ സമീപനമാണ് അക്കാര്യത്തിൽ. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ അവിടെ വന്ന് സന്ദർശനം നടത്തിയല്ലോ, സഖാവ് ഗോവിന്ദ മാസ്റ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഞങ്ങൾക്കെല്ലാവർക്കും ഒറ്റ നിലപാടാണത്. ആ കാര്യത്തിലാണത്. കേവലം മനുഷ്യത്വപരമായിട്ട് മാത്രമല്ല, അഴിമതിക്കെതിരായിട്ടുള്ള നിലപാടിനും കൂടി ഭാഗം അതിനകത്തുണ്ട്. അഴിമതി രാഷ്ട്രീയമല്ല നമുക്ക് വേണ്ടത്. അതാണ് നിങ്ങൾ കാണിക്കേണ്ടത്. കട്ടപ്പനയിലെ വിഷയമൊന്ന് വേറെ, കരുവന്നൂരിലെ വിഷയം അത് വേണമെങ്കിൽ വേറെ ചർച്ച, എത്ര മണിക്കൂർ വേണമെങ്കിലും. അവിടെ ഇത് അതല്ല വിഷയം. ഇത് വ്യക്തമായി DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മുൻ DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള നിലവിലുള്ള MLAയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ DCC പ്രസിഡന്റും ഒക്കെ ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്ന വലിയൊരു കൊള്ളയും, അത് MLA ഓഫീസ് പിന്നീട് MPയുടെ ഓഫീസിലേക്ക് നീളുന്നു. ഇതൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ MPയുടെ ഓഫീസിലേക്ക് വന്നപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ തച്ച് തകർത്ത് അത് SFIക്കാരാണെന്ന് വ്യാജ പ്രചരണം നടത്തി പിന്നീട് ഇവർ അറസ്റ്റ് ചെയ്യുന്ന നിലപാടൊക്കെ അവിടെ വന്നില്ലേ? നിങ്ങൾക്ക് അവരെ വീണ്ടും വെച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതല്ലേ നിലപാട്? അപ്പോൾ അതാണ് വിഷയം. ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ യാതൊരു മടിയുമില്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ട ആൾക്കാരാണ് MPയുടെ ഓഫീസിലുണ്ടായിരിക്കുന്നത്. അവരെയാണ് ഇനിയിപ്പോൾ അടുത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് MPയുടെ ഓഫീസിലേക്ക് ഇനി പോലീസ് ഒത്തുമില്ലയൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ പോലീസിൻ്റെ ഭാഗം, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ വളരെ ഗുരുതരമായൊരു വിഷയം ഉണ്ടായിട്ടും അത്തരം കാര്യങ്ങളെ വെള്ളപൂശാനെടുക്കുന്നൊരു നിലപാട് ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യാൻ വേണ്ടി കഴിയുക? രാഷ്ട്രീയ പാർട്ടിയിൽ ആളുകൾക്ക് തെറ്റൊക്കെ പറ്റും, അതൊന്നും ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. അങ്ങനെ തെറ്റുപറ്റിയാൽ മാതൃകാപരമായ നിലപാട് സ്വീകരിക്കും. അതാണ് ദിവ്യയുടെ കാര്യത്തിൽ CPM സ്വീകരിച്ചിരിക്കുന്നത്. എന്തെങ്കിലും സംശയമുണ്ടോ ശ്രീകുമാർ സാറിന് അക്കാര്യത്തെക്കുറിച്ച്? ഇല്ലല്ലോ. മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചു. സംഘടനാപരമായ നിലപാടുണ്ട്, അവരെ തിരഞ്ഞെടുക്കപ്പെട്ട വേദികളിൽ നിന്ന് മാറ്റി നിർത്തുന്ന നിലപാടുണ്ട്. അതാണ് ചെയ്തിരിക്കുന്നത്. പോലീസൊക്കെ വരട്ടെ, അന്വേഷണമൊക്കെ വരട്ടെ, കോടതി കഴിഞ്ഞിട്ട് കാര്യങ്ങൾ ആലോചിക്കാം, കോടതി പറയട്ടെ എന്നുള്ളതല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ശ്രീകുമാർ സാറ്, പിണറായിയുടെ പോലീസാണ് അറസ്റ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. പിണറായിയുടെ പോലീസല്ല, കേരളത്തിൻ്റെ പോലീസ്, പിണറായി ആഭ്യന്തരമന്ത്രി തന്നെ, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കേരളത്തിൻ്റെ പോലീസ്, അത് ആഭ്യന്തരമന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തിന് പോലീസിനെ നിയന്ത്രിക്കുന്നതിൽ ഉത്തരവാദിത്തമുണ്ട്. ഇതിപ്പോൾ കോടതി പറഞ്ഞിട്ടല്ലേ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത്. കോടതിയിൽ നിങ്ങൾ മുൻകൂർ ജാമ്യത്തിന് പോയി, കോടതി പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. ആ നിയമവ്യവസ്ഥ അംഗീകരിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരല്ലേ? അതുകൊണ്ട് പോലീസ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കാര്യത്തിൽ? പോലീസ് നോക്കൂ, ഒരു ജാമ്യ ഹർജി മുൻകൂർ ജാമ്യം കൊടുക്കുമ്പോൾ ലിമിറ്റഡ് കസ്റ്റഡിയാണ്. അടുത്ത കാലത്തൊന്നും ഞാനങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല. എൻ്റെ പരിമിതമായ അറിവായിരിക്കാം. പക്ഷേ അടുത്ത കാലത്തൊന്നും ഇങ്ങനൊരു മുൻകൂർ ജാമ്യത്തിൻ്റെ മുകളിൽ ഒരു വിധി പ്രഖ്യാപിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. 3 ദിവസം MLA 10 മണി മുതൽ 5 മണി വരെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. MLAയുടെ വീട് റെയ്ഡ് ചെയ്യുന്നു. നേരത്തെ DCC പ്രസിഡന്റിനെ കൊണ്ട് കോൺഗ്രസിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യുന്നു. ഇവിടെയെല്ലാം ഇതിൻ്റെ രേഖകളും മറ്റു കാര്യങ്ങളും എടുക്കുന്നു. കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുന്നു. ഒരു ഘട്ടത്തിൽ MPയുടെ ഓഫീസിനും കൂടി പങ്കുണ്ട്, അല്ലെങ്കിൽ ഓഫീസിലെ ജീവനക്കാർക്കും കൂടി പങ്കുണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇത് വലിയൊരു കാര്യമല്ലേ? ആ കാര്യത്തെക്കുറിച്ച് ഗൗരവമായിട്ട് കാണണ്ടേ നിങ്ങൾ? അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തം. കോൺഗ്രസിൽ നിന്ന് വലിയ നീതി പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അത് നടക്കുന്നൊരു കാര്യമായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അത് അത്ഭുതപരമായിട്ട് അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ വരുമായിരിക്കാം. പക്ഷേ സാധാരണഗതിയിൽ കോൺഗ്രസ് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം, കോൺഗ്രസ്സിന് സഹകരണ സ്ഥാപനങ്ങളിൽ ആളുകളെ നിയമിക്കുമ്പോൾ പണം വാങ്ങുക എന്ന് പറയുന്നത് പൊതുവേ അവർ അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അവിടെയാണ് വിഷയം. ഇത് വയനാട്ടിൽ മാത്രം പുറത്തു വന്നുകൊണ്ട് ഒതുങ്ങി നിൽക്കുന്ന വയനാട്ടിൽ മാത്രം കാര്യമല്ല. കോൺഗ്രസ് ഭരിക്കുന്ന നിരവധി സഹകരണ സ്ഥാപനങ്ങളിൽ ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഈ പ്രതികളായ ആൾക്കാർക്കും അറിയാം. അപ്പോൾ അവർക്കും അറിയാം കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് ഞങ്ങളുടെ പേരിൽ മാത്രം KPCC റിപ്പോർട്ടിലും പറഞ്ഞിട്ടുണ്ട്, സഹകരണ മേഖലയിലെ മൊത്തം പ്രവണതകൾ പറയുന്നത് ഇതും കൂടി കണ്ടിട്ടാണ്. അതെ, സഹകരണ മേഖലയിൽ അങ്ങനെയാണ്. ഞങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷം CPM നേതൃത്വം കൊടുക്കുന്ന നിരവധി സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അവിടെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ലല്ലോ. അവിടെ വ്യക്തമായ കാഴ്ചപ്പാട് ഞങ്ങളുടെ പാർട്ടി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സഹകരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കേണ്ടതെന്ന്, അല്ലെങ്കിൽ നിയമനങ്ങൾ നടത്തേണ്ടതെന്ന്. എത്രമാത്രം സുതാര്യവും ജനാധിപത്യപരമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ബോർഡുണ്ട്, ബോർഡ് പരീക്ഷ നടത്തി മാർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമേ ഭരണസമിതിക്ക് ഇടപെടാൻ വേണ്ടി കഴിയൂ. അത്തരം കാര്യങ്ങളാണ് കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് ചില ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് രാജ്യത്തിന് തന്നെ മാതൃകയായ രീതിയിലാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനെ തകർക്കുന്ന രീതിയിൽ ഇത് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു വിഷയമല്ല, അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഇവിടെയുള്ളത്. ഇവിടെ സഹകരണത്തിൻ്റെ പുറത്ത് ഇടപെടുന്ന ബാഹ്യശക്തികളെന്ന നിലക്ക് നേതൃത്വം എന്ന നിലയ്ക്ക് കോൺഗ്രസ് നേതൃത്വം ചെയ്തിരിക്കുന്ന സഹകരണ ബാങ്കിലേക്കുള്ള നിയമനവുമായി ബന്ധപ്പെട്ട് 17 പേരിൽ നിന്ന് ലക്ഷക്കണക്കിന് റുപ്യ വാങ്ങി ആ കാശുമില്ല,
ജോലിയും ഇല്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ ഉയർന്നു വന്ന കാര്യങ്ങളാണ്. ജോലി കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് NM വിജയന് നിരന്തരമായ അദ്ദേഹത്തിന് ശല്യപ്പെടുത്തലുണ്ടായി. ആളുകളെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒന്നുപോയി അയാളെ സഹായിക്കാൻ ആരുമില്ല. ആ ഒരു ഗതികേടിൽ, ആ ഒരു നിസ്സഹായാവസ്ഥയിൽ സ്വന്തം ജീവിതമാണ് കോൺഗ്രസിന് വേണ്ടി വിജയേട്ടൻ നൽകിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ചെറിയ കാര്യമല്ല അത്. ജീവിച്ചിരുത്തിൻ്റെ ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് കാര്യങ്ങൾ അദ്ദേഹം അങ്ങനെ ചെയ്തിരിക്കുന്നത്. ആരോടും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. KPCC നേതൃത്വത്തോട് പറഞ്ഞു, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു, ആരും കേൾക്കുന്നില്ല. ആ അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് വിജയേട്ടൻ്റെ കൂടെയാണെന്ന്. അത് പറച്ചിൽ മാത്രമേ ഉള്ളൂ, പ്രയോഗത്തിലില്ല. പ്രയോഗത്തിൽ വിജയേട്ടൻ്റെ കുടുംബത്തെ തള്ളിപ്പറയുന്ന രീതിയിലുള്ള ഈ വന്ന വാർത്തകൾ കേട്ട് അത്രേ എനിക്ക് പറയാൻ കഴിയും. ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല. റിപ്പോർട്ടൊക്കെ വരുന്ന പിന്നെ കോൺഗ്രസിൻ്റെ പല കാര്യങ്ങളും വാർത്തകളായിട്ട് വരുന്നതുകൊണ്ട് അത് തള്ളിപ്പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ അടിസ്ഥാനത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ പറയട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം പറയട്ടെ, കൈരളി വാർത്ത കൊണ്ടുവന്ന് തെറ്റാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമല്ലോ. കൈരളിയാണ് ഈ വിഷയം വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് വലിയ പങ്ക് വഹിച്ചിരിക്കുന്നത്. പിന്നീട് എല്ലാ മാധ്യമങ്ങൾക്കും കൂടുതൽ തെളിവുകൾ വെളിപ്പെടുത്തലുകൾ വന്നതോടുകൂടി, കൂടുതൽ ആളുകൾ രംഗത്ത് വന്നതോടുകൂടി ഇത് തമസ്കരിക്കാൻ കഴിയാത്ത രീതിയിൽ, അതുകൊണ്ട് മലയാള മനോരമയ്ക്കുൾപ്പെടെ മുഖപ്രസംഗം എഴുതേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു എന്ന് ശ്രീകുമാർ മനസ്സിലാക്കിയാൽ അത് വളരെ നല്ലത്. ശരി, ഞാൻ വരാം. ശ്രീ CK ശശീന്ദ്രൻ. ശ്രീ M ജയചന്ദ്രൻ, നോക്കുക, ഞാൻ അല്പം മുമ്പ് മറ്റൊരു ചാനലിൽ ഒരു ചർച്ച കാണുകയായിരുന്നു. ശ്രീ N ശ്രീകുമാർ കൂടി പങ്കെടുത്ത ചർച്ചയാണത്. അതിൽ മുൻ കോൺഗ്രസ് നേതാവായ ബാലകൃഷ്ണൻ പെരിയ പറയുന്നൊരു കാര്യമുണ്ട്. MLA-മാരോടും MP-മാരോടും ഒരു നീതിയാണ്, സാധാരണക്കാരോട് വേറൊരു നീതിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് എന്ന്. ഈ വിഷയം നോക്കൂ. NM വിജയൻ എന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് തന്നെ പറയാം. അദ്ദേഹം DCC ട്രഷറർ ആണെങ്കിൽ കൂടി മറ്റ് പണം കൊടുത്ത സാധാരണ കോൺഗ്രസ്സുകാർ അവിടെയുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത നീതിയാണ് KPCC-യുടെ ഈ റിപ്പോർട്ടിൽ പോലും ഇപ്പോൾ ഉണ്ടാകുന്നത്. നടപടിയെടുക്കാൻ പോലും തയ്യാറാകുന്നില്ല, നടപടിയെടുക്കാൻ പറ്റുന്നില്ല. MLA-മാർക്കും MP-മാർക്കുമൊക്കെ അങ്ങനെ ഒരു പ്രത്യേക പരിഗണന കിട്ടുന്നതിന് കാരണമായി ശ്രീ ബാലകൃഷ്ണൻ പെരിയ പറയുന്നത് ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെക്കുറിച്ച്, മറ്റ് നേതാക്കളെക്കുറിച്ചുള്ള ഒരുപാട് തെളിവുകൾ, അവരൊക്കെ പേടിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് എന്നാണ്, ഈ MLA-മാരുടെയും MP-മാരുടെയും കയ്യിലുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് അവരെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരു പ്രശ്നമാണോ ശ്രീ M ജയചന്ദ്രൻ? അതുകൊണ്ടൊക്കെയാണോ KPCC റിപ്പോർട്ട് ഇങ്ങനെയാകുന്നത്, നടപടികളില്ലാതെ പോകുന്നത്? ഞാനതിലേക്ക് രണ്ടാമത് വരാം ഡോക്ടർ ലാൽ. എൻ്റെ പ്രിയ സ്നേഹിതനാണ് ശ്രീ N ശ്രീകുമാർ. അദ്ദേഹം പറയുന്നത് ഞാൻ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. പ്രശ്നങ്ങൾ നമ്മൾ ഇവിടെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ അദ്ദേഹം നിസ്സാരവൽക്കരിക്കാനാണ് ചർച്ചയിലുടനീളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള ഒരു ഡിഫൻസ് അങ്ങനെയാവാം തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് അത് ആ രീതി എന്ന് തോന്നുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു പ്രയോഗമുണ്ടല്ലോ, പിണറായിയുടെ പോലീസ്, പിണറായി വിജയൻ്റെ പോലീസ്. ആ പ്രയോഗം ഏതായാലും സുഖിച്ചു എന്നേ പറയാൻ പറ്റൂ. എന്താണെന്നറിയാമോ? അത് പറയുമ്പോൾ വീണ്ടും ശ്രീ NM വിജയൻ്റെ ആത്മഹത്യാക്കുറിപ്പിലേക്ക് മടങ്ങേണ്ടി വരും കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട്. അത് ആ ആത്മഹത്യാക്കുറിപ്പിൻ്റെ അവസാനം NB എന്നിട്ടിട്ട് ഒരു 3 വാചകങ്ങൾ ശ്രീ NM വിജയൻ എഴുതി ചേർത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: NB സർ, ഈ മരണക്കുറിപ്പ് അങ്ങേക്ക് ലഭിച്ച് 10 ദിവസം കാത്തിരിക്കണമെന്ന് ഞാൻ മകന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഈ കത്തിൻ്റെ കോപ്പി വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനിടവരുത്തരുതേ സർ എന്നീ 3 വാചകങ്ങളാണ് NM വിജയൻ NB ഇട്ടെഴുതിയിരിക്കുന്നത്. കാര്യങ്ങൾ ഏറ്റവും സുവ്യക്തമാവുകയാണ്. അദ്ദേഹം സ്വന്തം പാർട്ടിയെ അത്ര കണ്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് PCC പ്രസിഡൻറ്റിനെ അഭിസംബോധന ചെയ്ത് കത്തെഴുതുന്നത്. അവിടുന്ന് നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട മുൻകാല അനുഭവങ്ങളുടെ പേരിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് അവസാനത്തെ 3 വരി. അതിലെന്താണ് പറയുന്നത്? ഈ 10 ദിവസത്തിനകം തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകണം എന്ന് പറഞ്ഞാൽ
എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ എൻ ശ്രീകുമാർ ആവശ്യപ്പെട്ട പിണറായി വിജയൻ്റെ പോലീസിന് നൽകണം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? NM വിജയൻ, ആത്മഹത്യ ചെയ്ത കോൺഗ്രസിൻ്റെ വയനാട് DCC ട്രഷററായിരുന്ന വന്ധ്യവയോധികൻ. അദ്ദേഹമാണ് പിണറായി വിജയൻ്റെ പോലീസിന് അദ്ദേഹത്തിൻ്റെ പരാതി കൈമാറണം എന്ന് മകന് നിർദ്ദേശം നൽകിയതായി KPCC പ്രസിഡന്റിനെ അറിയിക്കുന്നത്. ഇതിനേക്കാളും വലിയ വെള്ളിടി വെട്ടാനുണ്ടോ കോൺഗ്രസ്സുകാരുടെ ചിന്തയിലും തലച്ചോറിലുമൊക്കെ എന്ന് നമ്മൾ അതിശയിച്ചാൽ അതിന് പോലും ഒരു വഴങ്ങില്ല. അതാണ് അദ്ദേഹത്തിന് നിസ്സാരവൽക്കരണത്തിലൂടെ മനസ്സിലാവുന്ന കാര്യം. അതായത് പാർട്ടി ഇക്കാര്യം തഴഞ്ഞാൽ, അവഗണിച്ചാൽ, നിരാകരിച്ചാൽ എനിക്ക് വിശ്വാസം പിണറായി വിജയൻ്റെ പോലീസിനെയാണ് എന്ന് മറയില്ലാതെ പ്രഖ്യാപിക്കുന്ന ഒരു NM വിജയനെയാണ് ഈ അവസാന 3 വാചകത്തിൽ ആർക്കും വായിക്കാൻ കഴിയുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു സവിശേഷ ബുദ്ധിയും വേണ്ട, വിശേഷ ബുദ്ധികൾ യാതൊന്നും വേണ്ട. സാധാരണ വായനയിൽ തന്നെ മനസ്സിലാവും. പാർട്ടി അത് പരിഗണിക്കുന്നില്ലെങ്കിൽ പിന്നെ പിണറായി വിജയൻ്റെ പോലീസ് പരിഗണിച്ച് തീരുമാനം ഉണ്ടാക്കണം എന്നാവശ്യപ്പെടുന്നത് ആത്മഹത്യ ചെയ്ത ശ്രീ NM വിജയനാണെന്നേ. അതല്ലേ കാണേണ്ടത്. അപ്പോൾ ആ പിണറായി വിജയൻ്റെ പോലീസിനെ DCC ട്രഷററായ ആത്മഹത്യ ചെയ്ത NM വിജയൻ പരസ്യമായി അംഗീകരിക്കുന്നു എന്നുള്ളതിന് തെളിവല്ലേ അത്? അതിനേക്കാളും സുവ്യക്തമായ മറ്റൊരു തെളിവ് എന്തിന്? പാർട്ടി അവഗണന കൊണ്ടുവരും, പാർട്ടി പരിഗണിക്കില്ല എന്ന സംശയം NM വിജയൻ അന്നേ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഈ ബാലകൃഷ്ണൻ പെരിയൊക്കെ പറഞ്ഞതുപോലെ പാർട്ടി അത്ര വിശ്വാസം തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അല്ല, അതല്ല, ഈ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഇതിന് ഉത്തരവാദി എനിക്കുണ്ടാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ടാവുകയാണെങ്കിൽ, അങ്ങനെ തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആ വാചകം? അതിങ്ങനെയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. 50 കൊല്ലം കോൺഗ്രസിന് വേണ്ടി ജീവിതം തുലച്ച് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പാർട്ടിയിലെ അനുഭവങ്ങൾ പറഞ്ഞ് പാർട്ടിയെ നശിപ്പിക്കുവാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതുവരെ ഞാനിത് ആരോടും പങ്കുവയ്ക്കാത്തത്. എൻ്റെ കുടുംബം ഒരു വലിയ കോൺഗ്രസ് കുടുംബമാണെന്ന് അന്വേഷിച്ചാൽ അങ്ങേക്ക് അറിയാൻ സാധിക്കും. ഇനി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. വീട്ടിൽ, കുടുംബത്തിൽ ഇതറിഞ്ഞാൽ ഞാൻ മരിക്കേണ്ടി വരും. മാനസിക സംഘർഷത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കന്മാരും മാത്രമായിരിക്കും. ഈ സാഹചര്യത്തിൽ എൻ്റെ മക്കളെയെങ്കിലും രക്ഷിക്കാൻ അങ്ങയുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവണേ എന്ന് കരഞ്ഞപേക്ഷിച്ചിട്ടാണ് ആ മനുഷ്യൻ അവസാനം ഇത് പറയുന്നത്. ഇതിനേക്കാളും വ്യക്തതയോടെ എന്താണ് വരാനുള്ളത്? ആ മനുഷ്യന് ഇതിൽ കൂടുതൽ എങ്ങനെ വ്യക്തമായിട്ട് പറയാൻ കഴിയും? അതാണ് പോലീസ് അന്വേഷിച്ചത്. പോലീസ് അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 1-ാം പ്രതി IC ബാലകൃഷ്ണൻ MLA ആയത്. ഞാൻ മനസ്സിലാക്കിയത് തിരുവഞ്ചൂർ റിപ്പോർട്ടിൽ നിന്നാണ് വന്നത്. പക്ഷേ തിരുവഞ്ചൂർ സംഘം വയനാട്ടിൽ ചെന്ന് മടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന്, കോൺഗ്രസ് സോഴ്സുകളിൽ നിന്ന് കിട്ടിയ വാർത്ത പ്രകാരം ഉള്ളത് സംഭവിക്കുമെന്ന് അവരെന്നോട് പറഞ്ഞത്, ND അപ്പച്ചനെതിരെ നിലവിൽ ഉടനെ നടപടി ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം DCC പ്രസിഡന്റുമാരെ മാറ്റുന്ന കൂട്ടത്തിൽ അദ്ദേഹം മാറ്റപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടാവില്ല. അതേസമയം IC ബാലകൃഷ്ണനെ പാർട്ടി പദവിയിൽ നിന്ന് മാറ്റും. MLA സ്ഥാനത്തു നിന്ന് ഒരു കാരണവും ഏതെങ്കിലും തരത്തിൽ നീക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പാർട്ടി പദവിയിൽ നിന്ന് മാറ്റും. അങ്ങനെയാണ് കോൺഗ്രസ് സോഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം. ഇതിപ്പോഴല്ല, ഇന്നലെയല്ല, മിനിഞ്ഞാന്നല്ല. തിരുവഞ്ചൂർ ചെന്ന് പോയതിൻ്റെ 3-ാമത്തെ ദിവസം രാവിലെയാണ്. അതാണ് സംഭവിക്കാനിടയുള്ള കാര്യമെന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും തീരില്ലല്ലോ നിയമപരമായ പ്രശ്നങ്ങൾ. അതല്ലേ നമ്മൾ കാണേണ്ടത്. അത് ഇനി ഏത് തരത്തിൽ വിശദീകരിക്കണം എന്നുള്ള ഒരാശങ്കയൊന്നും വേണ്ട. പിന്നെ താങ്കളുടെ ഒറ്റ കാര്യം കൂടെ അദ്ദേഹം ചോദിച്ചതിന്, ഞാൻ കരുവന്നൂരിന് വേണ്ടി മനോരമ എഴുതിയത് ഞാൻ വായിക്കാത്തത് എന്താണ്? മറ്റേ കട്ടപ്പനയിലെ പ്രശ്നം. അത് മഹാനായ EMS പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കെല്ലാം അറിയുന്നതാണ്. തന്നെക്കുറിച്ച് മനോരമ എന്തെങ്കിലും നല്ല വാക്കൊരെണ്ണം എഴുതിയാൽ എനിക്കെന്തോ പെശക് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ കരുതും എന്ന് പറഞ്ഞത് മഹാനായ EMS ആണ്. അപ്പോൾ CPM-നെ കുറിച്ച്, പൊതുവിൽ ഇടതുപക്ഷത്തിനെക്കുറിച്ചും സവിശേഷമായി CPM-നെ കുറിച്ചും മനോരമ നല്ലതൊന്നും എഴുതില്ല എന്ന് പ്രത്യേകിച്ച് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പത്രപാരായണം ശീലമായിട്ടുള്ള ഏതൊരാൾക്കും നിസ്സംശയം ബോധ്യപ്പെടുന്ന അടിസ്ഥാനപരമായ കാര്യമാണ് ഇടതുപക്ഷത്തെക്കുറിച്ചോ CPM-നെ കുറിച്ചോ മലയാള മനോരമ മുഖപ്രസംഗത്തിൽ നല്ലതൊന്നും എഴുതില്ല. മുഖപ്രസംഗത്തിൽ പോയിട്ട് വാർത്തകൾ പോലും എഴുതില്ല, പിന്നല്ലേ മുഖപ്രസംഗം. അപ്പോൾ താങ്കൾ എന്നോട്
കരുവന്നൂരിൻ്റെ കാര്യം വായിക്കണം, കട്ടപ്പനയുടെ കാര്യം മുഖപ്രസംഗത്തിൽ എഴുതി വായിക്കണമെന്ന് പറയുമ്പോൾ ഇതാണ് അടിസ്ഥാന പാഠം. യെസ്. ആ പാഠത്തിൽ നിന്നുകൊണ്ടല്ലേ നമുക്ക് ഈ കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയൂ. ഇതങ്ങനെയല്ല, ഇന്നത്തെ മുഖപ്രസംഗം അങ്ങനെയല്ല. ഇത് അടിമുടി, ഞാൻ ആദ്യമേ പറഞ്ഞു, അത് തിങ്ക് ടാങ്കാണ്, കോൺഗ്രസിൻ്റെ തിങ്ക് ടാങ്കാണ് മലയാള മനോരമ പത്രം. അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾ, വാർത്തകളൊക്കെ അങ്ങനെയാണ്. ശരി. അവരാണ് ഈ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. അവർ അവരുടെ ഐഡിയോളജിയിൽ നിന്നുകൊണ്ട്, കോൺഗ്രസിന് തിങ്ക് ടാങ്കായ അവർ ആ ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് എങ്ങനെ ഇത്തരത്തിലുള്ള മുഖപ്രസംഗം എഴുതാൻ അവർ പ്രേരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് കോൺഗ്രസ് ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമപ്രവർത്തകനെ താങ്കൾ ഉൾപ്പെടെയുള്ളവർ അന്വേഷിക്കണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ശരി. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ ഇവിടെ വന്നതിൽ പ്രധാനപ്പെട്ട നിയമപരമായ പ്രശ്നങ്ങളുണ്ട്, മറ്റ് ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് എടുക്കേണ്ട സാങ്കേതികമായ നടപടിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ രാഷ്ട്രീയമായ തന്നെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. MLA-മാർക്കും MP-മാർക്കും മാത്രം നീതി കിട്ടുന്ന ഒരു പ്രത്യേക കോൺഗ്രസ് സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന മുൻ കോൺഗ്രസ്സുകാരുടെയൊക്കെ ചോദ്യങ്ങൾ താങ്കളും കേട്ടതാണല്ലോ. താങ്കളോട് നേരിട്ട് വന്ന ഒരു ചോദ്യം കൂടിയാണല്ലോ അത്. മറ്റൊന്ന്, ഇവിടെ തന്നെ ഉയർന്നു വന്ന പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൂടി ഇതിനകത്ത് പങ്കുണ്ട് എന്ന് പറയുന്നിടത്ത് AICC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കുള്ള ചില ഉത്തരവാദിത്തങ്ങൾ ഇക്കാര്യത്തിൽ അതൊക്കെ മറികടന്ന് ഒരു MLA ഈ വയനാട്ടിൽ, അല്ലെങ്കിൽ ഒരു DCC അധ്യക്ഷൻ ഈ വയനാട്ടിൽ ഇപ്പോഴും കോൺഗ്രസ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ സാധാരണക്കാരായ കോൺഗ്രസ്സുകാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? നോക്കൂ ലാലയുടെ രണ്ട് കാര്യങ്ങൾ മറ്റേ ഊന്നൽ നൽകിക്കൊണ്ട് സംസാരിച്ച് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ. പിണറായിയുടെ പോലീസ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇടതുമുന്നണിയുടെ നയമല്ല കേരളത്തിലെ പോലീസ് നടപ്പാക്കുന്നതെന്ന് CPI നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. CPIയുടെ നേതാക്കൾ അത് ഓർമ്മ വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതാണ് പിണറായിയുടെ പോലീസ് എന്ന് പറഞ്ഞത്. കാരണം വെച്ചാൽ മാർക്സിസ്റ്റുകൾ ഏതെങ്കിലും കേസിൽ പെടുകയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാതെ കോൺഗ്രസ്സുകാരെ പെട്ടെന്ന് പിടിക്കുന്ന സ്വഭാവം. അതിൻ്റെ ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് CPI ആണ് എനിക്ക് ആ പദം തന്നത്. ഇടതുമുന്നണിയുടെ നയമല്ല പോലീസ് നടപ്പാക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി എന്ന് ഞാൻ പറഞ്ഞത്. ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യം, അതായത് നമ്മളുടെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും കോൺഗ്രസ് വിട്ടുപോയവരും പറയുന്നവരോടൊന്നും എനിക്ക് ഉത്തരം പറയാനില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഞാൻ ഈ വിഷയത്തിൻ്റെ ഗൗരവം ഞാൻ കൂട്ടുകയാണ് ചെയ്തത്, കുറയ്ക്കുകയല്ലേ ചെയ്തത്. നിങ്ങൾ 2-3 പേരും പറഞ്ഞ ഗൗരവം കുറച്ചത് കൂട്ടുക ചെയ്ത്. എങ്ങനെയാണ് ഞാൻ കൂട്ടിയത്? എങ്ങനെയാണ്? വയനാടിനൊപ്പം കട്ടപ്പനയും അതുപോലെ ബ്രഹ്മഗിരിയും അതുപോലെ കരുവന്നൂരുടെ കൂട്ടിച്ചേർത്തു. അപ്പോൾ അത് ഗൗരവം കൂടുകയാണ് ചെയ്തത്. അതാണ് മൊത്തം സഹകരണ മേഖല. അപ്പം മൊത്തം സഹകരണ മേഖല എന്ന് പറയുമ്പോൾ ഗൗരവം കൂടി, വ്യാപ്തി കൂടി. നമുക്ക് മൊത്തം സഹകരണ മേഖലയുടെ പ്രശ്നമല്ലല്ലോ. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെയും അതിലെ MLA-മാരും MP-മാരും ഒക്കെ ഇപ്പോൾ ഇങ്ങനെ രക്ഷപ്പെട്ട് നിൽക്കുന്നതിൻ്റെയും സാധാരണക്കാർ ഇങ്ങനെ അന്തിച്ച് നിൽക്കുന്നതിൻ്റെയും ഒക്കെ പ്രശ്നമാണ്, സഹകരണ മേഖലയുടെ പ്രശ്നമല്ല. അല്ല ഞാൻ ഓരോന്ന് പറഞ്ഞു വരട്ടെ. പിന്നെ വയനാട് MP കോൺഗ്രസ് MP ആണല്ലോ. വയനാട് MP ഉൾപ്പെട്ടതാണ് KPCC. മനസ്സിലായില്ല? വയനാട് MP ഉൾപ്പെട്ടതാണ് KPCC. ആ KPCCയുടെ സബ് കമ്മിറ്റിയാണ് അന്വേഷണം നടത്തിയത്. അപ്പോൾ അതിൽ വയനാട് MP മാത്രം മാറ്റി നിർത്തണ്ട. നമ്മൾ അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം MP, കോട്ടയം MP അങ്ങനെ പറയാറില്ല. അതിപ്പോൾ CPM-ലും പറയാം. വയനാട് MP എന്ന് പറയുന്നത് സാങ്കേതികമായി മാത്രം അതിന്റെ ഭാഗമെന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മെമ്പറല്ലേ എന്ന് ചോദിച്ചാൽ സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനത്തിൽ പുള്ളിക്ക് ബാധ്യതയില്ലേ? എന്താണ് ലാലി ഇങ്ങനെയൊക്കെ? അതുപോലത്തെ പ്രശ്നമേ ഉള്ളൂ. അത് നിങ്ങൾ AICC ജനറൽ സെക്രട്ടറി തന്നെയാണ് പ്രിയങ്ക ഗാന്ധി. അതുപോലെ തന്നെ അവർ MP ആണ്, ദേശീയ നേതാവാണ്. പക്ഷേ കേരളത്തിൽ KPCC ആണ് അവരുടെ നേതൃത്വം. അവർ KPCCയുടെ കീഴിലാണെന്നുള്ള സംശയം വേണം. എന്ന് വെച്ചാൽ MP എന്ന നിലയ്ക്ക്. മറിച്ച് AICC ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ്. രണ്ടും എല്ലാം വ്യത്യസ്തമായിട്ട് കാണണം ഇവിടെ. എന്ന് വെച്ചാൽ അത് വേറെ വിഷയമാകും, നമുക്ക് ചർച്ച ചെയ്ത സമയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് അതിൻ്റെ കാര്യം. പിന്നെ മറ്റു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് ഈ സഹകരണ മേഖലയെക്കുറിച്ച് ഉണ്ടാകുന്ന എല്ലാ അഴിമതികളും രാഷ്ട്രീയ ഭേദമന്യേ എതിർക്കപ്പെടണം. അത് തർക്കമില്ലാത്ത കാര്യമാണ്. സഹകരണ മേഖലയിലെ ഇഷ്യൂ അല്ല. ഇവിടെ ഒരു കോൺഗ്രസ് നേതാവിനുണ്ടായ ദയനീയമായ ഒരു ദുരന്തം, ജീവൻ പോയ കാര്യം, അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട്, അതാണ് ചോദ്യം ചെയ്യുന്നത്. എന്നിട്ടൊരു കോൺഗ്രസിൻ്റെ ഒരു സമിതി റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ആ റിപ്പോർട്ടിൽ ആ പേരുകൾ വരുന്നില്ല. വലിയ ഗുരുതരമായ ആരോപണം അതിൻ്റെ പുറത്ത് വരുന്നുണ്ട്. കാരണം
എം പിമാരും എം എൽ എമാരും ഒക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി എന്ത് ചെയ്യുക, അതിനകത്ത് അവരെയൊക്കെ ഇങ്ങനെ മുൻമുനയിൽ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് നടപടിയെടുക്കാൻ പറ്റില്ല എന്നാണ് നേതാക്കൾക്ക്. അല്ല, ലാലിന് KPCCയുടെ സംഘടനാക്രമം അറിയാത്തതുകൊണ്ടാണത്. അതായത് ഇതിനു മുമ്പ് പല MLA-മാർ MP ഒക്കെ ഉള്ള ചില പ്രശ്നങ്ങളിൽ KPCCയുടെ നിലപാട് മറക്കരുത്. നമ്മുടെ MP ഗോവിന്ദൻ മാഷ് മുകേഷിനെ കുറിച്ച് പറഞ്ഞ പോലെ അല്ല. അതായത് മുകേഷ് MLA മറ്റേ ആ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞത്, MLA സ്ഥാനം രാജിവെച്ചാൽ അത് ജനങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന്. അത് മാഷ് പറഞ്ഞാൽ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. ഇപ്പം പ്രതിസ്ഥാനത്ത് വന്ന കേസെടുത്ത് കുറ്റക്കാരെന്ന് കണ്ട എല്ലാവരും ഒരുപോലെ നിയമത്തിൻ്റെ മുമ്പിൽ. അതിൽ കോൺഗ്രസ് MLA CPM MLA ഒന്നൊന്നും ഇല്ല. അത് നമ്മൾ കണ്ടതാണല്ലോ. എത്ര സജി ചെറിയനെ മന്ത്രിസ്ഥാനം രാജിവെച്ച് എന്ത് പ്രസംഗം നടത്തി. അതിലൊക്കെ വലിയ രീതിയിൽ പ്രസംഗം നടത്തുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഇനി എന്തുണ്ട് അവകാശം? ഈ കാര്യത്തിലൊക്കെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഇനി BJP-യുടെ ഭാഗത്തോ CPM-ന്റെ ഭാഗത്തോ ഒക്കെ ആരുടെയെങ്കിലും ഭാഗത്ത് ഒരു തെറ്റ് വന്നാൽ തന്നെ, കാരണം നേരത്തെ CK ശശീന്ദ്രൻ പറഞ്ഞതുപോലെ നേതാക്കൾക്ക് തെറ്റുകൾ പറ്റാം, രാഷ്ട്രീയക്കാർക്ക് തെറ്റുകളൊക്കെ പറ്റാം. തെറ്റ് പറ്റിയാൽ കോൺഗ്രസ് നേതാക്കൾക്ക് പറയാൻ എന്ത് അർഹതയുണ്ട് സർ? അതിനകത്ത് സ്വന്തം പാർട്ടിയിൽ പോലും മാതൃക കാണിക്കാൻ പറ്റാതെ അന്തിച്ചു നിൽക്കുമ്പോൾ. ലാലെ ഞാൻ പറഞ്ഞല്ലോ, അതായത് KPCCയുടെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് KPCC ബന്ധപ്പെട്ട സമിതി ചർച്ച ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കുമെന്നേ. ഇത് പൂഴ്ത്തിവെക്കുന്ന റിപ്പോർട്ടല്ല, കൃത്യമായിട്ട് ആ കാര്യം പറയും. അതുവരെ ക്ഷമിക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതായത് ഇടവേളയിലേക്ക് പോവുകയാണ്. ക്ഷമിക്കുക, കാത്തിരിക്കുക, ചർച്ച ചെയ്ത് നടപടി ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ പറയുന്നത്. ചർച്ചയുടെ അവസാന ഘട്ടമാണ്. 1.5 മിനിറ്റ് വീതം. ശ്രീ M. ജയചന്ദ്രൻ, ഈ പരമമായ ഒരു ചോദ്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ റിപ്പോർട്ട് ചർച്ച ചെയ്ത് ഒരു നടപടിയിലേക്ക് പോകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ വിഷയത്തിൽ IC ബാലകൃഷ്ണനെതിരെ, ND അപ്പച്ചനെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാകും, അതിന് ധൈര്യം കാണിക്കും കോൺഗ്രസ് നേതൃത്വമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനൊന്നും കരുതാനുള്ള വിദൂരമായ സാധ്യത പോലും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ നമുക്ക്, എന്നെ സംബന്ധിച്ചോളം എനിക്ക് തൽക്കാലം ഇല്ല. കാരണം അങ്ങനെ ഉണ്ടായാൽ അതൊരുപാട് ഇപ്പം താങ്കൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് ഈ മറ്റ് പ്രത്യാഘാതങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന അതിപ്പം ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞ ആ അർത്ഥത്തിൽ ഞാൻ എടുക്കുന്നില്ല. ഒരുപാട് രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരാണ് ഈ MLA-മാരൊക്കെ, അതുകൊണ്ട് അങ്ങനെ അവർക്ക് നടപടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, കോൺഗ്രസ് ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണല്ലോ കോൺഗ്രസ് രാഷ്ട്രീയം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നടപടി എടുക്കുക എളുപ്പമൊന്നുമല്ല. അതേസമയം നടപടി എടുത്തുവെന്ന് വരുത്തി മുഖം രക്ഷിക്കാതിരിക്കാനും കഴിയില്ല കോൺഗ്രസിന് പാർട്ടി എന്നുള്ള നിലയിൽ. കാരണം തിരുവഞ്ചൂരിൻ്റെ സമിതിയുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞല്ലോ. ആ കാരണം കൊണ്ട് തന്നെ മുഖം രക്ഷിക്കാനുള്ള നടപടിയെങ്കിലും അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ സോഴ്സിൽ നിന്ന് കേട്ട വിവരമാണ് ഇത്. ഇദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. നേരത്തെ ഇദ്ദേഹത്തിന് ചെയ്തല്ലോ നമ്മുടെ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി, അദ്ദേഹത്തിനെ പാർട്ടി പദവിയിൽ നിന്ന് മാറ്റി നിർത്തിയില്ല പ്രശ്നം ഉണ്ടായപ്പോൾ. അതേപോലെ തന്നെ ഇവിടെയും IC ബാലകൃഷ്ണനെ പാർട്ടി പദവിയിൽ നിന്ന് മാറ്റി, അദ്ദേഹം KPCC സെക്രട്ടറിയാണെന്ന് തോന്നുന്നു, ആ പദവിയിൽ നിന്ന് മാറ്റി നിർത്തുക. ND അപ്പച്ചനെ DCC പ്രസിഡന്റുമാരുടെ ഷഫലിംഗ് ഉണ്ടാകുമ്പോൾ ആ സമയത്ത് അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് ഒറ്റരാളെ കൊണ്ടുവരിക. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഭാഗമായിട്ടങ്ങ് മാറിക്കോളും. അത്തരത്തിലുള്ള മുഖമിനുക്കൽ നടത്താൻ മുഖമിനുക്കലിലേക്ക് മാത്രം പോകുന്നതാണ്. സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ശ്രീ N. ശ്രീകുമാർ. അപ്പോൾ ഈ കാര്യത്തിൽ മുഖമിനുക്കുന്ന നടപടി പോയിട്ട് ഒരു പേരും തൽക്കാലമില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ താങ്കൾ പറയുന്നു അടുത്ത ദിവസങ്ങളിൽ കാത്തിരിക്കൂ, നോക്കൂ എന്നൊക്കെയാണ്. അതിനപ്പുറമുണ്ട് കാര്യങ്ങൾ. ഇവർക്കെതിരെ മാത്രമല്ല, കാശ് വാങ്ങിയവർ വേറെയുണ്ട്, അവരിലേക്ക് പോകണം. ഈ നടപടികൾ വേറെയും വയനാടിന് പുറത്തേക്കുമൊക്കെ നീളേണ്ടതുണ്ട്. കോൺഗ്രസ് പാർട്ടി ജനങ്ങളുടെ കൂടെയാണ്, സാധാരണക്കാരുടെ കൂടെയാണെന്നൊക്കെ തെളിയിക്കാൻ നേതാക്കൾ മത്സരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടം കൂടിയാണല്ലോ ഇത്. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് പറയുന്നത്, അത് ജനങ്ങൾക്ക് വിശ്വാസം തോന്നണമെങ്കിൽ
ഈ കാര്യത്തിൽ കൂടി ഒരു നടപടി എടുത്ത് കാണിക്കണ്ടേ? സാധാരണ കോൺഗ്രസ്സുകാരന് നീതി കിട്ടുമെന്ന് പറയണ്ടേ? സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് എങ്ങനെയാണ് KPCCയുടെ വിധേയത്വം എന്നുള്ളതൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാണ്. ജനങ്ങൾക്ക് കോൺഗ്രസിനോട് UDFിനോടുള്ള നയം എന്താണെന്നുള്ളത് വയനാട് ഉൾപ്പെടെ തിരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ KPCC നടപടി എടുത്താൽ ആ നടപടിയായിരിക്കും. അല്ലാണ്ട് പാർട്ടി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ട് ഗവൺമെൻറ്റിൽ ഉന്നത പദവി കൊടുക്കുന്ന CPMൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ. അതായത് നേതാവിനെ ബ്രാഞ്ചിലേക്ക് മാറ്റും, എന്നിട്ട് സർക്കാരിൻ്റെ ഉന്നത പദവി കൊടുത്തിട്ട് കാറും ശമ്പളവും ഒക്കെ കൊടുക്കും. അത് കോൺഗ്രസിലില്ല. അത് കോൺഗ്രസിന് എന്തായാലും ഉണ്ടാവില്ല. കോൺഗ്രസിന് ഭരണമില്ലല്ലോ, ഭരണം ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. അല്ല ഞാൻ പറഞ്ഞത് ലാലിന് മനസ്സിലായി കാണുന്ന ഞാൻ വിചാരിച്ചത്. ഭരണമില്ലാത്ത കോൺഗ്രസിനെ കുറിച്ചാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് എന്താണ് ഈ നടപടി എടുക്കുക എന്നുള്ളത് KPCC നിങ്ങളെ തീരുമാനിച്ച് കാണിച്ചു തരും. പക്ഷേ അതുപോലൊരു തീരുമാനം എന്നെങ്കിലും CPMൻ്റെ ഒരു ചരിത്രത്തിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടി, പ്രത്യേകിച്ച് കരുവന്നൂരും കട്ടപ്പന മാത്രം ഞാൻ പറയുന്നു, കൂട്ടത്തിൽ ബ്രഹ്മഗിരിയും. കാരണം ശ്രീ ശശീന്ദ്രനാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ചങ്കൂറ്റൊന്നും CPMനായിട്ടില്ല കോൺഗ്രസിനെ പോലെ. അവിടെ വേറെ രീതിയിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെയാണ് വരിക. ആ റിപ്പോർട്ട് എന്താണെന്നൊക്കെ നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് KPCCയെ CPMനെയും താരതമ്യം ചെയ്തുകൊണ്ട് ലാൽ എന്തായാലും സംസാരിക്കേണ്ട. ഉചിതമായ നടപടി ഉചിതമായ സമയത്ത് വരും. അപ്പോൾ ഈ കാര്യത്തിൽ CPM എടുത്ത നടപടി എന്താണെന്നോട് ചർച്ച ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ CK ശശീന്ദ്രൻ, ഏറ്റവും അവസാനമായി ഇക്കാര്യത്തിൽ കോൺഗ്രസ് നടപടി എടുത്ത് കാണിക്കും എന്നാണ് ആ വെല്ലുവിളി താങ്കൾക്ക് എന്തായിട്ടാണ് കാണാൻ പറ്റുന്നത്? കോൺഗ്രസ് ഒരു നടപടി എടുക്കാൻ വേണ്ടി പോകുന്നില്ല. കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവർ ചർച്ച ചെയ്ത് വിജയനെ കൊലയ്ക്ക് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയാണല്ലോ ചെയ്തത്. 21 തൊട്ട് തുടങ്ങിയതാണല്ലോ ഇത്. 4-5 വർഷമായില്ല അവർ ചർച്ച ചെയ്യുന്നത്. വേറൊന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ കരുവന്നൂരും കട്ടപ്പനയും ഒക്കെ വേറെ വിഷയമാണ്. പ്രിയപ്പെട്ട ശ്രീകുമാർ, അത് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല, അത് ആ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിലൊക്കെ ആവശ്യമായ നടപടി വന്നിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കോൺഗ്രസ്സിലെ ഒരു സാധാരണ പ്രവർത്തകന് പോലും നീതി കിട്ടുന്നില്ല കോൺഗ്രസ്സിൽ നിന്ന്. അവിടെയാണ് വിഷയം. കോൺഗ്രസ്സിന് വേണ്ടി ജീവിച്ച് മരിച്ച ഒരാൾക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് നീതി കിട്ടുന്നില്ല. ഇത് ഞങ്ങളുടെ കാര്യമല്ല. കോൺഗ്രസ് ഇത്ര അഴിമതി നല്ലപോലെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ സഹകരണ വകുപ്പ് തന്നെ ഈ കത്തിൻ്റെ ഭാഗമായിട്ട് മറ്റ് സഹകരണ സ്ഥാപനങ്ങളിലേക്കും അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെയെല്ലാം ആ സഹകരണ സ്ഥാപനത്തിൻ്റെ മറ്റ് കെടുകാര്യസ്ഥതയിലേക്കല്ല പോകുന്നത്. ഇപ്പോൾ മടക്കിമല സർവീസ് സഹകരണ ബാങ്ക്, പൂതാടി സർവീസ് സഹകരണ ബാങ്ക്, ബത്തേരി സർവീസ് സഹകരണ ബാങ്ക്, ബത്തേരി കാർഷിക വികസന ബാങ്ക്, അതെല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്നപ്പോൾ നടന്നിട്ടുള്ള 2021 നിയമനവുമായി ബന്ധപ്പെട്ട് ആ വിഷയങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിനെ ശ്രദ്ധ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ശ്രീകുമാർ സാറ് ഇടയ്ക്കിടയ്ക്ക് മറ്റു വിഷയം പറയുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ട, നാടിനല്ല വിജയൻ്റെ കുടുംബത്തിന് നീതി പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ടൊക്കെ വരട്ടെ. ഈ കോൺഗ്രസിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറായില്ലെങ്കിൽ അവർ പരസ്യമായി തള്ളി പറഞ്ഞാൽ ആ ഉത്തരവാദിത്വം നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കും. പരിമിതി കൊണ്ട് മാത്രം ഇടപെടുകയാണ്. എന്തായാലും പ്രാഥമിക റിപ്പോർട്ടാണ് തിരുവഞ്ചൂർ കൊടുത്തതായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രാഥമിക റിപ്പോർട്ടിൽ അവിടെയും ഇവിടെയും തൊടാതെ എന്നാൽ സൂചനകൾ നൽകിയുള്ള കാര്യങ്ങളാണ് ഉള്ളത് എന്ന് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. അതെങ്ങനെയാണെന്നുള്ളത് വ്യക്തമാക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ജനങ്ങൾക്ക് മുമ്പിൽ അത്ര സുതാര്യമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണെങ്കിൽ CPMനെ കുറ്റം പറഞ്ഞിരിക്കുകയല്ലോ വേണ്ടത്, അത് പുറത്താക്കുകയല്ലേ, ആ റിപ്പോർട്ട് പുറത്ത് കാണിക്കുകയല്ലേ വേണ്ടത്. ഞങ്ങളിതാ ജനങ്ങൾക്കൊപ്പമാണെന്ന് പറഞ്ഞ് ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യണ്ടല്ലോ, എടുത്ത് കാണിക്കേണ്ട ആ റിപ്പോർട്ട്. അതിൻ്റെ അന്തിമ റിപ്പോർട്ട് എന്നിനി വരുമെന്നാണ് കാണിക്കണം. പ്രതികളായ ആളുകൾ വിജയൻ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ പറയുന്ന പേരുകാർക്കെതിരെ നടപടിയെടുത്ത് കാണിക്കണം. എന്നിട്ട് വേണം നേതൃത്വത്തിന് വേണ്ടിയുള്ള വലിയ അടിയിലേക്ക് പോകാൻ. എന്നാലേ ജനങ്ങൾ അല്പമെങ്കിലും വിശ്വസിക്കൂ. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ CK ശശീന്ദ്രൻ, ഒപ്പം N ശ്രീകുമാർ, ശ്രീ M ജയചന്ദ്രൻ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.